Hi future doctors. NEET 2023 720 മാർക്സിലേക്ക് എന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഞാൻ സാംസൺ എസ്. ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ചാപ്റ്റേഴ്സ് വർക്ക് പവർ എനർജി, റൊട്ടേഷണൽ മോഷൻ ആൻഡ് ഗ്രാവിറ്റേഷൻ. കഴിഞ്ഞ 35 years ഓഫ് പ്രീ മെഡിക്കൽ എൻട്രൻസ് എക്സാമിൻ്റെ ചരിത്രം, അതോടൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്താൽ ഓർക്കുക, 5 to 7 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കുന്ന 3 പ്രധാനപ്പെട്ട ചാപ്റ്ററുകളാണ് ഇന്ന് ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ കാണുക. ഓർക്കുക, നീറ്റിൻ്റെ അവസാനവട്ട പ്രിപ്പറേഷനിലാണ് നിങ്ങൾ ഓരോരുത്തരും. ഫിസിക്കൽ വേൾഡ് തുടങ്ങി സെമി കണ്ടക്ടിങ് ഫിസിക്സ് വരെയുള്ള എല്ലാ ചാപ്റ്ററുകളിലെയും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സുകൾ നീറ്റിലെ ക്വസ്റ്റ്യൻസ് വരുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് നീറ്റ് 2023 720 മാർക്സിലേക്ക് എന്നുള്ള ലൈവ് പ്രോഗ്രാം. എല്ലാവർക്കും വൺസ് അഗെയിൻ സ്വാഗതം. വർക്ക് പവർ എനർജി, അതിൽ റാങ്ക് ബേസ് ചെയ്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം റാങ്ക് നമ്പർ 1 ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച ഏരിയ 1 collisions. The second one, energy, maybe with respect to the kinetic energy and the potential energy. And the third very important concept, and that is nothing but equal to the work. ഈ 3 കാര്യങ്ങൾ വർക്ക് പവർ എനർജിയിൽ ഉറപ്പായിട്ടും ചോദ്യം കേൾക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ് എന്ന് ഓർക്കുക. So we can go with the first question, but keep in mind, നല്ല കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിൽ വളരെ ശ്രദ്ധയോടെ സാറിനോടൊപ്പം വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓരോ ക്വസ്റ്റ്യനും നിങ്ങളുടെ കൈകളിലേക്ക് വരുമ്പോൾ ഓർക്കണേ, അത് 1 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നുള്ള കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വി ക്യാൻ ഗോ വിത്ത് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലുക്ക് ഹിയർ. A string is used to pull a block of mass m vertically up by a distance h at a constant acceleration g/3. The work done by the tension in the string is. ഓർക്കുക, വർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ബ്ലോക്കിനെ എച്ച് എന്ന് പറയുന്ന ഹൈറ്റിലേക്ക് നമ്മൾ മുന്നോട്ട് നീക്കുകയാണെങ്കിൽ, ലുക്ക് ദ ഫിഗർ, ആൻഡ് ഹിയർ എ സ്ട്രിങ് ഈസ് there. So we can just call it as m as the mass of the block and is lifted upwards by using a string, and there is a tension is there. And here it is given that block rises to a height of h. So we have to find just what is nothing but our work. The work is nothing but equal to EFS cos theta. That is the very fundamental concept. And where theta is the angle between the force and the displacement. And here the tension is the force that is doing the work. And here, tension അതേ ഡയറക്ഷനിലേക്കാണ് h. And hence you can take that theta value is nothing but equal to 0 and cos theta become 1. That is very important. So what is the force here? It is nothing but equal to the tension into that displacement as h. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്മുടെ ലോസ് ഓഫ് മോഷനിലെ ലിഫ്റ്റ് പ്രോബ്ലത്തിലെ റിയാക്ഷൻ ഓരോരോ കേസിലും ഡിഫറൻ്റ് ആണെന്ന് നമുക്കറിയാം. ഇവിടെ ദാറ്റ് സ്ട്രിങ് ഈസ് uplifted with an acceleration g/3, and hence that weight increases here, the tension increases, and hence we can say simply that tension is nothing but equal to am into g plus a into that h. So that is equal to em into, and here it is given that a is nothing but equal to g/3, that much into h. Yes, exactly, that is equal to em into as 4/3g into h. So that is equal to 4/3 mgh, and we can quote the fourth choice as the answer. Yes, that is the point. Yes, around 65% of the students നന്നായിട്ട് സ്കോർ ചെയ്യാൻ ശ്രമിച്ചു. വെരി ഗുഡ്, യു ആർ ഓൺ ദ വേ. ഇങ്ങനെയുള്ള ട്രിക്കി ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ പെർഫോമൻസ് നല്ലതാണ്. സോ വി ക്യാൻ ഗോ വിത്ത് the second question. Yes, exactly. 2 bodies of masses m1 and m2 are moving with the same kinetic energy. It is very important.
And if P1 and P2 are their respective momentum, we have to find what is P1 by P2. And keep in mind, there is one question we can wait from this area, how to connect between the momentum and the kinetic energy. Even in the rotational motion also, this factor is very important, and we know that is nothing but equal to half m into v square. If you just substitute for p is equal to m into v, and you get the value as p square division by 2m, and you can just write for p square, you get the value as 2m into kinetic energy. So the momentum is nothing but equal to root of 2em kinetic energy. Another very good important concept here. And look here. So from this, it is given the factor as, look, here for both the bodies, the kinetic energies are same. So the kinetic energies are same in the sense we can say the momentum is proportional to root mass. The kinetic energy are the same for both the bodies, and hence for the two cases we can write as P1 by P2, take the value as is equal to that root em1 by root m2. So that is equal to root em1 by m2, and we are with that third option as the answer. വളരെ കാലങ്ങളിൽ ആവർത്തിക്കുന്ന കോൺസെപ്റ്റ് ആണെന്നുള്ള കാര്യം മറന്നു പോകരുതേ. So we can go with that third question. It's a good question. Have a lot of applications even in our oscillations chapter also. So it is a very important concept here. Look here. A stick of mass m and length L is pivoted at one end and is displaced through an angle theta. The increase in potential energy is. It's a very important concept here. Look here. See, here we have to use our center of mass concept. Then it becomes so easy. ഇവിടെ നമുക്ക് L length ഉള്ള വയർ ഒരു റോഡാണ് നമുക്ക് തന്നിരിക്കുക. സോ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഒരു ബോട്ടം റെഫറൻസ് ലൈൻ ബേസ് ചെയ്തിട്ടാൽ നമുക്ക് പറയാം L/2 എന്ന് പറയുന്ന ഹൈറ്റിലാണ്. അവനെ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അവൻ്റെ ആ പോയിന്റ് മാസിൻ്റെ ലൊക്കേഷൻ ഉയരുകയാണ് അല്ലേ. ഐ ആം ഡിനോട്ടിങ് ദാറ്റ് വൺ ആസ് എ സേ എച്ച് എന്ന് പറയുന്ന ഹൈറ്റിലേക്ക്. അപ്പോൾ നെറ്റ് എഫക്റ്റിൽ പോയിന്റ് മാസായ നമ്മുടെ പഴയ റോഡിൻ്റെ പൊസിഷൻ നേരത്തെ ഉള്ളതിൽ നിന്ന് എച്ച് ഹൈറ്റ് പൊങ്ങി. സോ സിംപ്ലി നമുക്ക് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് പറയാം വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി. യെസ്, എക്സാക്ട്ലി യു ക്യാൻ സേ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു mgh. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. സോ ഹൗ വി ക്യാൻ റിലേറ്റ് ഇറ്റ്, അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് സെൻറ്റർ ഓഫ് മാസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം ദിസ് ഹൈറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു L/2. അങ്ങനെയാണെങ്കിൽ ഈ റെഫറൻസ് ലൈനിൽ നിന്ന് മുകളിലോട്ടുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് L/2 മൈനസ് h അല്ലേ. ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് L/2 അല്ലേ. അങ്ങനെയാണെങ്കിൽ എച്ചുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാം? സിമ്പിളായിട്ട് യു ക്യാൻ ജസ്റ്റ് ടേക്ക് ദ വാല്യൂ ഓഫ് കൊസൈൻ ഓഫ് തീറ്റ. ദാറ്റ് കോസ് തീറ്റ ടേക്സ് ദ വാല്യൂ ഇസ് ഈക്വൽ ടു ദാറ്റ് അഡ്ജസൻറ്റ് സൈഡ് ഹിയർ ആസ് L/2 മൈനസ് h by that is equal to L/2. So we can get the value as L/2 minus h is equal to L/2 cos theta. And from that you can just take the value for h. നമുക്ക് hന്റെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ you get the value as L/2 into 1 minus cos theta. So that is the answer. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. കീപ്പ് ഇൻ മൈൻഡ്. യെസ്, അറൗണ്ട് 55% സ്റ്റുഡൻസെ അതിൻ്റെ ശരി ഉത്തരത്തിലേക്ക് വന്നുള്ളൂ. കുറച്ച് പേർക്ക് വീണ്ടും പ്രിപ്പറേഷൻസ് ആവശ്യമാണെന്നുള്ള കാര്യം ഓർക്കുക വളരെ കൃത്യമായിട്ട്. ഓക്കെ, വി ക്യാൻ ഗോ വിത്ത് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ലുക്ക് ഹിയർ, ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. നമുക്കതിനൊരു 3 സ്റ്റാറോ 4 സ്റ്റാറോ കൊടുത്താലും കുഴപ്പമില്ല.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A particle located in one-dimensional potential field has a potential energy as a function. It is given as U is equal to A by x square minus B by x cube, where A and B are positive constant. The position of equilibrium corresponds to. And keep in mind the very important concept here. നമ്മൾ 3 തരത്തിലുള്ള ഇക്വിലിബ്രിയത്തെക്കുറിച്ച്, equilibrium in the sense under translatory motion, we can say the net force acting on the body must be 0 under stable equilibrium, under unstable equilibrium, under neutral equilibrium. You must revise that 3 concept. But for 3 cases, we have to say one point as the force acting on it must be 0. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം എന്നേ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആയിരിക്കണം. സാധാരണ കോൺസെപ്റ്റിൽ നമ്മുടെ ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിൽ നമുക്കുള്ള റിലേഷൻ നമുക്കറിയാം. ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് സെഡ് ടു ബി ദ ഫോഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റാണ്. So we have to just differentiate that potential energy in terms of x. Then you have to equate for equilibrium. You know the concept here. It must be equal to 0. Then you get the answer simply. So at first, so I am rewriting it as a x raised to minus 2 minus b x raised to minus 3. You just differentiate one term. Then you get the value as du by dx is equal to a into, come on, yes, minus 2 x raised to minus 3, that minus b into minus 3x raised to minus 4. So we can write it to be as is equal to minus 2a by x cube plus 3b division by x raised to 4. That is the aspect. And here we need to say that minus du by dx, it must equal to 0. So if you just multiply with the minus sign, you get the value as 2a by x cube minus 3b by x raised to 4. It must be equal to 0. That means we can say that 2a by x cube is equal to 3b by x raised to 4. Here cancel and you get the value for x is equal to 3b by 2a, and that is the equilibrium distance. We can just quote that 4th option as the answer. വളരെ പ്രാധാന്യമുള്ള കോൺസെപ്റ്റ് ആണെന്ന് ഓർക്കണേ. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണോ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണോ എന്നൊക്കെ സെൻസ് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. കുറച്ച് സ്റ്റുഡൻസ് മാത്രമേ ഈ ക്വസ്റ്റ്യൻ റൈറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വരണമേ. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. So we can just move with the next question, number 5. It's a very good question. Maybe one of the previous year question. Look here. A small sphere is attached to a cord and rotates in a vertical circle about a point O. If the average speed of the sphere is increased, the cord is most likely to break at the orientation when the mass is at. അപ്പോൾ ഒരു മാസുള്ള ഒരു ബോഡിയെ ഒരു സ്ട്രിങ്ങിൽ ഇട്ടിട്ട് അതിനെ വെർട്ടിക്കലായിട്ട് നമ്മൾ റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടാൻ സാധ്യതയുള്ളത് ഏത് പോയിന്റിൽ വരുമ്പോഴായിരിക്കും? ആൻഡ് വി ക്യാൻ സിംപ്ലി സേ there the tension become maximum. അവിടെ നമ്മുടെ ബേസിക് ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കോൺസെപ്റ്റ്. ലുക്ക് ഹിയർ, ആൻഡ് സപ്പോസ് വൺ mass m is tied to a string and is whirled in a vertical circle at a particular angular displacement theta. Say this is the orientation. We can just think about what are the forces acting on it, and simply we can say the weight mg that is acting vertically downward, and you know, for the circular motion the necessary centripetal force, it must be given by an agency, and here it is given the nothing but the tension there. അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ഈ എം ജി നമ്മുടെ ടെൻഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു കമ്പോണൻ്റ് കൊടുക്കുകയാണ്. And we can just divide that mg into 2 components. The one is as mg cos theta and another one as mg sin theta. And simply we can say the necessary centripetal force
നമുക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു അസംഷൻ നമുക്ക് നടത്താം. ആൻഡ് സപ്പോസ് യു എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ കൊടുത്തു, കുറച്ച് അവന് പൊട്ടൻഷ്യൽ എനർജിക്ക് വേണ്ടിയ കൈനറ്റിക് എനർജി യൂസ് ചെയ്തു. ഇപ്പോഴുള്ള വെലോസിറ്റി വി ആണെങ്കിൽ the necessary centripetal force m into v square division by r is provided by the tension in the string, but it is degraded by the component as nothing but equal to mg cos theta, and hence the tension at any angle we can write it to be as is equal to mg cos theta plus m into v square division by r. So keep in mind the very important concept, cos theta will determine ടെൻഷൻ മാക്സിമം ആകണമെങ്കിൽ എന്ന് പറഞ്ഞാൽ തീറ്റ മിനിമം ആയിരിക്കണം. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ തീറ്റ മിനിമം ഇൻ ദ സെൻസ് അറ്റ് ദ ബോട്ടം പോയിന്റ്. അവിടെ ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. മിനിമം സ്പീഡ് റിക്വയർഡ് ഫോർ ജസ്റ്റ് ലൂപ്പിംഗ് ദ ലൂപ്പ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു യു ഷുഡ് ബി ഈക്വൽ ടു √5gr. അങ്ങനെ വരുമ്പോൾ അത് എം എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുമ്പോൾ അത് √3gr ഹയസ്റ്റ് പോയിന്റിൽ അത് √gr എന്നുള്ള കാര്യം ഓർക്കണേ. അതോടൊപ്പം അവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ അസ്യൂംഡ് ടു ബി 0 there. At the bottom point is nothing but equal to 6 times of its weight, and at the middle point m it is nothing but equal to around 3 times of weight. അപ്പോൾ ഒരു മിനിമം സ്പീഡ് ലൂപ്പിംഗ് ദ ലൂപ്പിൽ വേണമെങ്കിൽ അവിടെ ദ ടെൻഷൻ എന്ന് പറയുന്നത് 6 times of its weight ആണ്. അതുകൊണ്ട് തന്നെ we can say at the bottom point is the position where likely to be break. That is a very important concept. So നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഓർക്കുക. Now the sixth question ഓൾറെഡി നമ്മൾ പറഞ്ഞ പോയിന്റാണ്. നമ്മുടെ നീറ്റിന്റെ ചരിത്രം എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് കൊളിഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇലാസ്റ്റിക് കൊളിഷനും ഇൻഇലാസ്റ്റിക് കൊളിഷനും കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷനും ഒക്കെ വളരെ കൃത്യമായിട്ട് ആവർത്തിച്ച് പഠിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. Velocity of the ball A after collision with the ball B as shown in the figure is assume perfectly inelastic and head-on collision. We know what or may be the collision. It may be elastic or inelastic or perfectly inelastic. We can say one point. The conservation is as for momentum is before and after collision it is conserved. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഒരു കോൺസെപ്റ്റ് എടുത്താൽ എം എന്ന് പറയുന്ന മാസിന് ഇവന് ഇനിഷ്യലി u1 വെലോസിറ്റി v1 വെലോസിറ്റി ഉണ്ടെന്നിരിക്കട്ടെ, ഇവന് v2 വെലോസിറ്റിയാണ് m2 മാസിനുള്ളതെങ്കിൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദേ കമ്പൈൻ ടുഗദർ ആൻഡ് ബിക്കം എ വൺ ബോഡി. അപ്പോൾ അവർ ഒറ്റ വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുക. സോ വി ക്യാൻ ഈസിലി സേ ദാറ്റ് ദ ബിഫോർ collision we can say the net momentum is m1 v1 plus m2 v2. It should equal to, after collision they combine together, so we can say that m1 plus m2, suppose they are moving with the velocity v, and simply we can find the value for v is equal to m1 v1 plus m2 v2 division by m1 plus m2, and you just substitute the values. വളരെ കാര്യമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ജസ്റ്റ് വായിച്ചാൽ തന്നെ ആൻസറിലേക്ക് വരാമായിരുന്നു. കാരണം ജസ്റ്റ് ഒന്ന് നോക്കിയേ മക്കളെ, അവരുടെ മൊമെന്റം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ മൊമെന്റം എന്ന് പറയുന്നത് സെയിം ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. യെസ്, ദാറ്റ്സ് എ പോയിന്റ്. അവിടെ നമുക്കത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കിട്ടും. ദാറ്റ് 2 into 5 plus m2 is 5 into minus 2. That is a very important concept here. So that is a 10 minus a 10 and becomes 0. That is a very important concept. So the fourth option is the answer there, but 72% of the students scored there. Okay, you are on the way. You are very good, very good. So we can move to the next concept. We are waiting with a very good question, number 7, and keep in mind, റൊട്ടേഷണൽ മോഷനിലെ റാങ്ക് നമ്പർ 1 ആയിട്ട് ഇതുവരെയുള്ള ചോദ്യങ്ങൾ അനുസരിച്ചാൽ റൊട്ടേഷണൽ ഡൈനമിക്സിൽ നിന്നാണ്. ടോർക്കും ആംഗുലാർ മൊമെന്റവും മറക്കരുത്. നമ്പർ 2 ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. നമ്പർ 3 ദ റോളിംഗ് മോഷൻ. ഈ 3 ടോപ്പിക്കുകൾ നിങ്ങളുടെ മനസ്സിൽ വളരെ വ്യക്തതയോടെ ഉണ്ടായിരിക്കണമേ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കാം. ഫിഗർ ഷോസ് എ കോമ്പോസിറ്റ് സിസ്റ്റം ഓഫ് 2 യൂണിഫോം റോഡ്സ് ഓഫ് ലെങ്ത് as indicated, then the coordinates of the center of mass of the system of rods are. വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. വെർട്ടിക്കലായിട്ടുള്ള അവൻ്റെ ലെങ്ത് 12 ആണ് എന്നാണ് തന്നിരിക്കുക. സോ ഐ ആം ടേക്കിംഗ് അവൻ്റെ മാസ് എത്രയാണ്. എപ്പോഴും ഓർക്കണേ, ഒരു യൂണിഫോമിലെ റോഡാകുമ്പോൾ ഉറപ്പിച്ചു പറയാം ദ മാസ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. അതുകൊണ്ട് തന്നെ അവൻ്റെ മാസ് ഞാൻ 2m എടുക്കുന്നു. അപ്പോൾ
M2 എന്ന് പറയുന്ന രണ്ടാമത്തെ റോഡിന് L ലെങ്ത്തും M മാസമായിട്ട് നമുക്ക് പറയാം. ഇവനെ സിമ്പിളായിട്ട് പോയിന്റ് മാസാക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പിച്ച് നമുക്ക് പറയാം മക്കളെ, ദിസ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. അവൻ്റെ കോർഡിനേറ്റ് നമ്മളൊന്ന് അസസ് ചെയ്താൽ x1 y1 ഇത് x2 y2 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ ഇത് 0യും അവൻ്റെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് L ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആൻഡ് ഹിയർ വി ക്യാൻ സേ ദാറ്റ് L/2 ആൻഡ് 0. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയോടെ നമുക്ക് ചെയ്യാം. That x center of mass is equal to m1 x1 plus m2 x2 division by m1 plus m2. So m1 here, that is 2m into 0 plus m2, that is m into x2, that x2 is L/2, that division by m plus 2m as 3m, and you get the value as is equal to L/6. Oh, we can wait just 3 and 4 there. And you have to find that y coordinates also. So simply you can find that y coordinate is equal to m1 y1, that is nothing but equal to 2m into that y1 is nothing but equal to L plus that m into that y2 0, that becomes 3m, that is equal to 2 by 3L. So the third choice is the answer. It's a very good question, very good question. Look, we can go with the next concept as that 8th question. Look here, the 2 point masses m and 3m are placed at a distance r. The moment of inertia of the system about an axis passing through the center of mass of the system and perpendicular to the line joining the point to masses. Look here, it's a very good question. I am assuming this is our m1, that is mass m here. It is m2, it is given as 3m with a location as r1, and here it is r2. And simply, you know, the moment of inertia is nothing but equal to the mass into the square of the perpendicular separation. For the first particle, you can say that m1 r1 square plus second one as m2 r2 square. So that is equal to. So we need to find what is r1. Simple ആയിട്ട് നമുക്കിതൊരു m1 ബോഡിയാണ്, ഇത് m2 ബോഡിയാണെങ്കിൽ ഇവൻ്റെ ടോട്ടൽ സെപ്പറേഷൻ ആറാണെങ്കിൽ സിമ്പിളായിട്ട് എസ് കോർഡിനേറ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഇതാണ് എങ്കിൽ നമുക്ക് സേ r1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ ഇസ് ഈക്വൽ ടു m1 x1. അത് ഒറിജിനായിട്ട് എടുക്കുക. സോ m1 into x1 it becomes 0 plus m2 into that x2 is r division by m1 plus m2. So simply you get the value for r1 is equal to m2r division by m1 plus m2. ആ കാൽക്കുലേഷൻ ഒക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലുണ്ടായിരിക്കണമേ. That is equal to, what is m2 here? It is nothing but equal to 3m division by that 4m, that much into r. So 3 by 4r. So simply you can say m1 m into that 3 by 4r square plus, what is m2? So what is m2? Here it is a 3m into, what is r2? നമ്മളിവിടെ r1 കണ്ടുപിടിച്ചത് m2 r by ആ ഒരു നൊട്ടേഷൻ ആണെങ്കിൽ r2 എന്ന് പറയുന്നത് m1 r1 by m1 plus m2 അല്ലേ? അങ്ങനെയാണെങ്കിൽ that is m division by 4m into r അല്ലേ? So that is 1 by 4r, that is square. So you get the value as is equal to m into that 9 by 16r square plus 3m into r square by 16. So that is equal to m into r square by 16 into 9 plus 3, it becomes 12. So you can just cross it, that is 3 by, that is equal to 3 by 4 m into r square. It's a good concept. അത് പരീക്ഷയ്ക്ക് നമുക്ക് ഒത്തിരി സാധ്യതയുള്ള കോൺസെപ്റ്റ് ആണ് എന്നുള്ള കാര്യം മറക്കരുത്. So we can move with the next question. Look here. For equilibrium of the system, the value of mass m should be, look carefully, the concept of torque, the conservation of angular momentum are very, very important concept. Here, rotational equilibrium base ചെയ്തിട്ട് we can simply say one concept that equilibrium concept എന്ന് പറയുമ്പോൾ rotational aspects ൽ നമുക്കറിയാം torque should be 0. അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരണം, ഈ ഒരു പ്രൊജക്ഷൻ ബേസ് ചെയ്തിട്ട് ഒരു ബോഡി അവനെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക് കൊടുക്കുമ്പോൾ ഈ രണ്ട് മാസുകൾ അവർക്കൊരു ക്ലോക്ക് വൈസ് ടോർക്ക് കൊടുക്കുക, രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്യുക.
എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നെറ്റ് ആന്റി ക്ലോക്ക് വൈസ് ടോർക്ക് ഷുഡ് ഈക്വൽ ടു നെറ്റ് ക്ലോക്ക് വൈസ് ടോർക്ക്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവന്റെ മാസിന്റെ ടോർക്ക് എത്രയാണ്? ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ സെപ്പറേഷൻ അല്ലേ, അതിവിടെ എൽ സെപ്പറേഷൻ അല്ലേ തന്നിരിക്കുന്നത്. സോ 12G, the force there, the weight mg, the perpendicular separation as L, it should equal to, what is the torque given by that small m? So m into the separation, it is given as L by 2 and plus 3 mass. So 3 into that location from this point O, ആ വെഡ്ജിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം L plus L by 2. So 3 into L by 2. So here വെയിറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണേ, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ്. വെയിറ്റ് ഫോഴ്സ് ആണ് അവിടെ ടോർക്ക് കൊടുക്കുന്നത് എന്നുള്ള കാര്യം. സോ GL എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 12 is equal to m by 2 plus m plus 9 by 2. Good. So that is equal to, yes, 24, that is equal to m plus 9. So m is equal to 15 kilogram. So you get the second option as the answer. Look here. Next question, number 10. The angular velocity of a body changes from omega 1 to omega 2 without applying a torque, but by changing the moment of inertia about its axis of rotation, the ratio of its corresponding radius of gyration. Conservation of angular momentum. Torque 0 ആണെങ്കിൽ, you know, that angular momentum is a constant, I omega is a constant. That means I1 omega 1 should equal to I2 omega 2. മനസ്സിലേക്ക് ഓർക്കുക, the moment of inertia is nothing but equal to mass into radius of gyration square. For the first case, you can say K1 square into omega 1 should equal to m into K2 square into omega 2. Simple I. That is K1 square by K2 square is equal to omega 2 by omega 1. So simply we can say that K1 by K2 take the value as is equal to root omega 2 by omega 1. So that is the fourth one as the answer. ആ റേഡിയസ് ഓഫ് ജൈറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണേ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. A disk of mass 3 kilogram rolls down an inclined plane of height 5 meter. The translational kinetic energy of the disk on reaching the bottom of the inclined plane is. Very important ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ അല്ലേ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ റോളിംഗ് മോഷൻ എടുക്കുമ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം. ദാറ്റ് ഈസ് റൂട്ട് 2gh ഡിവിഷൻ ബൈ 1 പ്ലസ് k സ്ക്വയർ ബൈ r സ്ക്വയർ ആണ്. സോ ഇവിടെ നമുക്ക് സ്ക്വയർ ആയിട്ട് എടുക്കുമ്പോൾ 2gh ഡിവിഷൻ ബൈ 1 പ്ലസ് k സ്ക്വയർ ബൈ r സ്ക്വയർ. So 2 to cancel, you get the value mgh by 1 plus k square by r square. നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യങ്ങൾ, മാസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 3 കിലോഗ്രാം ആണ്, 10 ആണ്, ഹൈറ്റ് 5 ആണ്. ഡിസ്ക് ആകുന്ന സമയത്ത് അവന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്കറിയാം m into r square division by 2 ആണ്. സോ k square by r square എന്ന് പറയുന്നത് 1 by 2 ആണ്. So you can substituting and you get the answer as 100 joule as the answer, the second option. So around 50% of the students, you are on the way. Next question. A body weighs 72 Newton on the surface of earth. When it is taken to a height of h is equal to 2r, then what is the weight? മക്കളെ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരരുതേ. നമ്മുടെ ജി ഡാഷ് എന്ന് പറയുന്നത് ജി ഡിവിഷൻ ബൈ, സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് ഈ ഒരു ഫോർമുല എപ്പോഴും ഓർത്തിരിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് mg ബൈ 1 പ്ലസ് h ബൈ r ദ ഹോൾ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് 72 ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. h എന്ന് പറയുന്നത് 2r ആണ്. സോ 2r ബൈ 2 ദാറ്റ് മച്ച് സ്ക്വയർ. സോ that 2h, so it is given as h is equal to 2r by r. So r cancel. So 72 by 9 and you get the value as 8 Newton. The fourth option as the answer. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അത് ഓർത്തിരിക്കണേ. A particles A and B of mass m each are separated by a distance r. Another particle of mass capital M placed at the midpoint A of A and B. Find the work done in taking C to a point equidistant r from A and B without acceleration. Simple concept. You just take the change in potential energy of the concept.
അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇവിടെ പറയുന്നത് രണ്ട് എം ആണ്, അവർ തമ്മിൽ ആർ സെപ്പറേഷൻ ആണെന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ എം മാസ് ആണ് നമുക്ക്, അതാണ് ആദ്യത്തെ സിറ്റുവേഷൻ എന്നുള്ള കോൺസെപ്റ്റിൽ എടുക്കുക. രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഇവിടെ എം എടുക്കുക, ദറ്റ് എം ബട്ട് ദ ക്യാപിറ്റൽ എം മാസ് ഈസ് ഹിയർ. അപ്പൊ ഇവിടുത്തെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കണ്ടുപിടിക്കുക. സോ ആദ്യത്തെ കോൺസെപ്റ്റിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഐഡിയ, ലുക്ക് സിംപ്ലി, the first potential energy is nothing but equal to, look here, minus g, that ഈ രണ്ട് മാസുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം സ്മോൾ എം ബൈ ആർ ബൈ ടു. ഇവർ രണ്ടുപേരും തമ്മിലുള്ളത് മൈനസ് ജി എം എം ബൈ ആർ ബൈ ടു. ഇവർ രണ്ടുപേരും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ജി സ്മോൾ എം സ്ക്വയർ ഡിവിഷൻ ബൈ ആർ. അതേപോലെ രണ്ടാമത്തെ കോൺട്രിബ്യൂഷൻ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഒന്ന് കണ്ടുപിടിച്ച് അവിടെ സിമ്പിൾ ആയിട്ട് വി ക്യാൻ സേ ദാറ്റ് ഇവർ തമ്മിലുള്ളത് മൈനസ് ജി എം എം ഡിവിഷൻ ബൈ ആർ. അതേപോലെ ഇവർ തമ്മിലുള്ളത് സിമ്പിൾ ആയിട്ട് പറയാം ജി എം എം ബൈ ആർ. ദാറ്റ് ഈസ് ഇവർ തമ്മിലുള്ളത് നമുക്ക് ജി എം സ്ക്വയർ ബൈ ആർ. ഇവർ തമ്മിലുള്ള ജസ്റ്റ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കൊടുത്താൽ നമുക്ക് വർക്ക് ഡൺ കിട്ടും. സോ സിമ്പിൾ ആയിട്ട് വി ക്യാൻ സേ ഇറ്റ് ഈസ് ഈക്വൽ ടു 2gmm division by r. So the second one as the answer. Then we can move just with the 14th question. The radii of circular orbits of two satellites A and B are 4r and r. Then what is the speed of B? That is, we need to find it. And we can easily say that speed is nothing but equal to root of gm division by r. So that is V proportional to 1 by root r. So for the two cases we can say that VB by VA is equal to that root of RA division by RB. That is equal to root of that RA, it is given as is equal to 4R division by R, and you get the value that VB is equal to 2 times of that VA, it is given as is equal to 3V. So that is equal to 6V, that is 2 as the answer. So we can just move with the last question, the very important one from Kepler's laws. Look here, the distance of two planets from the sun are 10 to the power of 13 and 10 to the power of 12. The ratio of their time period. Look here, the time period, you know, the square of the time period is proportional to the cube of that semi-major axis. So that is t is proportional to r raised to 3 by 2. And for the two cases we can say that is equal to that r1 by r2 the whole raised to 3 by 2. It is given that r1 is 10 to the power of 13, that division by 10 to the power of 12 raised to 3 by 2 is equal to 10 to the power of cube the whole raised to 1 by 2. So 1000 raised to 1 by 2, that is equal to 10 root 10. That is very important, the second one. So dear students, മാക്സിമം പേരും നന്നായിട്ട് ട്രെയിൻഡ് ആണ്, നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ പോളിംഗ് കാണുമ്പോൾ വ്യക്തതയോടെ പറയാം. നന്നായിട്ട് മുന്നോട്ട് പോവുക, കോൺഫിഡൻറ്റോടെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും വിജയാശംസകൾ ഫ്രം ബ്രില്യൻ ടീം. ടേക്ക് കെയർ, ഗോഡ് ബ്ലസ് യു. കെമിസ്ട്രി വിഷയത്തിലേക്ക് വെയിറ്റ് ചെയ്യാൻ അജേഷ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഹായ്, ഹലോ, മൈ നെയിം ഇസ് അജേഷ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കെമിസ്ട്രിയിലെ ആദ്യത്തെ 4 ചാപ്റ്ററുകളുടെ സെലക്റ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. നിങ്ങൾ ഓൾറെഡി ഒരുപാട് എക്സാം എഴുതി അല്ലെ, കോൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ആയിട്ടിരിക്കുന്ന ആളായതുകൊണ്ട് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ സപ്പോർട്ട് മാത്രം മതിയായിരിക്കും. പിന്നെ നിങ്ങൾ ഓൾറെഡി സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന ആളുകളായതുകൊണ്ടും പിന്നെ അധികം മോട്ടിവേഷൻ സൈഡിലോട്ടും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ 4 ചാപ്റ്റർ, ഫസ്റ്റ് ഇയറിലെ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, സെക്കൻഡ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം, തേർഡ് വൺ ക്ലാസിഫിക്കേഷൻ, ഫോർത്ത് വൺ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. അതിൽ നമുക്കറിയാം ആകെ നമ്മൾക്ക് 32 ചാപ്റ്ററാണ് കെമിസ്ട്രിയിലുള്ളത്. അതിൽ നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻസ് ആണ് നീറ്റിന് ചോദിക്കുക അല്ലേ. അതിൽ സെക്ഷൻ ബി ഉൾപ്പെടെ 50 ക്വസ്റ്റ്യൻ. അപ്പോൾ ഉറപ്പായിട്ടും ചില ചാപ്റ്ററുകളിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാം.
അതിൽ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്നുള്ള ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്ത് പി ബ്ലോക്കുമായിട്ട് ബന്ധപ്പെടുത്തി ഏകദേശം 5 ക്വസ്റ്റ്യനോളമാണ് നമ്മളുടെ നീറ്റ് എക്സാമിന് ചോദിക്കാറ്. സോ 5 × 4 20 മാർക്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. പിന്നെ ബേസിക് കോൺസെപ്റ്റ് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ളത്. പക്ഷേ ബേസിക് കോൺസെപ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് ചിലപ്പോൾ ഒരു 5 or 6 ക്വസ്റ്റ്യനിലുണ്ടാവും. നിങ്ങൾക്കറിയാം ആ ചാപ്റ്റർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ടൂളാണ്. ആ ടൂൾ എന്ന് പറയുന്ന ഭാഗം എല്ലാ കെമിസ്ട്രിയിലും ഉള്ളതാണ്. അല്ല, ഈവൻ ഓർഗാനിക് കെമിസ്ട്രി പോലും നമ്മൾ പ്യൂരിഫിക്കേഷൻ ചെയ്യുമ്പം അതിൻ്റെ അകത്ത് മോൾ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 4 ചാപ്റ്ററിലെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കേട്ടോ. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ബേസിക് കോൺസെപ്റ്റിൽ നിന്നാണ്. സൾഫർ ട്രയോക്സൈഡ് ഈസ് പ്രിപ്പയർഡ് ബൈ ദി ഫോളോയിങ് 2 റിയാക്ഷൻ. S8 + 8O2 gives 8SO2. Then 2SO2 + O2 gives 2SO3. ചോദ്യം, ഹൗ മെനി ഗ്രാംസ് ഓഫ് SO3 ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം 1 mole ഓഫ് S8 എന്നാണ്. അതായത് നിങ്ങൾക്ക് എത്ര ഗ്രാം SO3 1 mol S8ൽ നിന്ന് കിട്ടും. ചോദ്യം SO3യുടെ എമൗണ്ടും തന്നിരിക്കുന്നത് S8ന്റെ കാര്യമാണ്. അപ്പം നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഈ ഒരു സ്റ്റെപ്പ് വരെ വരണം. അതിന് നിങ്ങൾക്കറിയാം ബേസിക് കോൺസെപ്റ്റിൻ്റെ പല പ്രോബ്ലങ്ങളും നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ കടയിൽ പോയി സാധനങ്ങൾ മേടിക്കുന്ന പോലെയാണ് അല്ലേ. അപ്പം നിങ്ങളോട് പറയാണ് ഒരു 10 കിലോ പഞ്ചസാര ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 300 രൂപയ്ക്ക് തരാം. പക്ഷേ നിങ്ങൾക്ക് 2 കിലോ പഞ്ചസാര മതി. അപ്പം നിങ്ങൾ 10 കിലോ പഞ്ചസാരയ്ക്ക് 300 രൂപയാണെങ്കിൽ 1 കിലോ പഞ്ചസാരയ്ക്ക് 300/10 30 അപ്പോൾ 2 കിലോയ്ക്ക് നിങ്ങൾ 60 രൂപ കൊടുത്താൽ മതി. ആ ഒരു രീതി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് ബേസിക് കോൺസെപ്റ്റ് അല്ല സകല ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്ററിൻ്റെയും ആൻസർ കിട്ടും. സോ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഈ പഞ്ചസാര, ഞാൻ പണ്ട് ബേസിക് കോൺസെപ്റ്റ് എടുത്തപ്പം ഓറഞ്ചിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് പഠിപ്പിച്ചിട്ടുണ്ടാവുക കുറച്ച് പേരെങ്കിലും. അങ്ങനെയുള്ള എക്സാമ്പിൾസ് ഓർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇവിടെ 1 mol ഇവിടെ എഴുതിയിട്ടുണ്ട്. 1 mol എന്ന് ഓൾറെഡി ഇവിടെ ഉണ്ട്, നിങ്ങൾക്കറിയാം. ദിസ് ഇസ് 1 mol ഓഫ് S8. അപ്പോൾ 1 mol S8ൽ നിന്ന് നിങ്ങൾക്ക് 8 mol SO2 കിട്ടും. ശരി, ഇനി നിങ്ങൾക്ക് SO2 അല്ല വേണ്ട, SO3 ആ. ഇനി അടുത്ത സ്റ്റേജിൽ 2 mol SO2ൽ നിന്ന് 2 mol SO3 കിട്ടും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1 mol S8 നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് 8 mol SO2 കിട്ടി അല്ലെ. 1 mol S8ൽ നിന്ന് 8 mol SO2. പക്ഷേ അടുത്ത ഇക്വേഷനിൽ 2 mol SO2 ആണ് 2 mol SO3 തരിക. പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി 8 mol SO2 അവിടെ കിട്ടി. അപ്പോൾ 8 mol SO2 തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യണം. അപ്പോൾ 2 മോളിൽ നിന്ന് 2 mol SO3 കിട്ടിയ 8 മോളിൽ നിന്ന് 8 mol SO3 കിട്ടും. സോ 8 mol SO3 ആണ് ആൻസർ. പക്ഷെ നിങ്ങൾക്കറിയാം അവർ ചോദിച്ചിരിക്കുന്ന ഹൗ മെനി ഗ്രാംസ് ആണ്. സോ ദിസ് ഇസ് നമ്പർ ഓഫ് മോൾസ് വിച്ച് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. And therefore the mass of SO3 is equal to number of moles into molar mass. Number of moles is 8 into molar mass. Oxygen 16 into 3 48 plus sulfur 32, total 80, and 8 into 80 64 gram. So answer option 2 വരും അല്ലേ. അപ്പോൾ ബേസിക് കോൺസെപ്റ്റിലെ നമ്മളുടെ ആ ഓറഞ്ചിൻ്റെയും ആപ്പിളിൻ്റെ ഒക്കെ പരിപാടി വെച്ച് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങളൊരു പ്രോബ്ലം സ്റ്റക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓർത്തോണം കേട്ടോ. ബേസിക് കോൺസെപ്റ്റിലെ ഏറ്റവും നല്ല മെത്തേഡ് നമ്മൾ ഈ കടയിൽ പോയി സാധനങ്ങൾ മേടിക്കുന്ന പോലത്തെ ഒരു മെത്തേഡ് മനസ്സിൽ ആലോചിച്ചോണം. സോ രണ്ടാമത്തെ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം, എസ്പെഷ്യലി ലാസ്റ്റ് പാർട്ട് ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്താലും ഉറപ്പായിട്ടും സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന അവസാന ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എളുപ്പം, എസ്പെഷ്യലി ക്വാണ്ടം നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നിന്നാണ് ദി വേവ് ലെങ്ത് ഓഫ് റെഡ് കളർ ഓഫ് വിബ്ജിയോർ അല്ലെ. വിബ്ജിയോറിൽ 7 കളറുകളുണ്ട്. അതിൽ റെഡ് കളറിൻ്റെ വേവ് ലെങ്ത് 750 നാനോമീറ്ററാണ്. ചിലപ്പം നിങ്ങൾക്ക് ആ ഒരു നാനോമീറ്റർ തരാനുള്ള ചാൻസ് ഇല്ല. കാരണം വിബ്ജിയോറിലെ വയലറ്റിൻ്റെത് 400ഉം റെഡിൻ്റെ 750 ആണെന്ന് NCERT എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് അവർ തരാനുള്ള ചാൻസ് ഇല്ലായിരിക്കും. പക്ഷെ ഞാനിത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി തന്നാണ്. സോ ദിസ് ഇസ് 750 നാനോമീറ്റർ. ദെൻ ഇറ്റ്സ് ഫ്രീക്വൻസി വിൽ ബി എന്നാണ്. അപ്പം തന്നിരിക്കുന്ന ലാംഡ വിച്ച് ഈസ് ഈക്വൽ ടു 750 നാനോമീറ്റർ. 750 nanometer. So you have to convert that one into SI system. So 750 into, instead of nano we can put some prefix, that is 10⁻⁻12 meter, that is nanometer. Then sorry, 10⁻⁹ meter. -12 is picometer, 10⁻⁹ meter. Then its frequency will be, you already know, lambda of the radiation frequency of the radiation കൂടെ multiply ചെയ്യുമ്പം you will get C, that is 3 into 10⁸ meter per second. So this is the first equation. Structure of atom നമ്മൾ പഠിക്കുന്ന ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫസ്റ്റ് ഇക്വേഷൻ ആണ്. So nu is equal to C by lambda. C is equal to
3 into 10 raised to 8 meter per second divided by lambda 750 into 10 raised to minus 9 meter. So meter and meter inverse cancel. So this is 0.004 into 10 raised to 17 hertz because second inverse is hertz, which is equal to 4 into 10 raised to 14 hertz. That is the frequency of red light. So the answer will be option 2. So we can use the simple equation. Lambda into nu, which is equal to C. Okay, രണ്ടാമത്തെ question ആയി. മൂന്നാമത്തെ question classification എന്നാണ്. And first part ആണ് the IUPAC symbol of an element is UUE. ആക്ച്വലി നിങ്ങൾക്കറിയാം 100ന് മേലെയുള്ള എലമെന്റുകളുടെ പേര് ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും സയന്റിസ്റ്റുമാരുടെ പേര്, ഇല്ലെങ്കിൽ അവർ വർക്ക് ചെയ്ത ലബോറട്ടറിയുടെ പേര്, ഇല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട പേരുകളാണ് സ്ഥലങ്ങളുടെ പേരൊക്കെയാണ് കൊടുക്കൽ. അപ്പോൾ ഇവിടെ നമുക്ക് UUE എന്നുള്ള പേരൊക്കെ കൊടുക്കുന്നത് ചില ആർഗ്യുമെന്റുകൾ ഉണ്ടാവും. ചിലർ പറയും അമേരിക്കൻസ് ആണ് ഈ എലമെന്റ് കണ്ടുപിടിച്ചത്, ചിലപ്പോൾ പറയും റഷ്യൻസ് ആണ് ഈ എലമെന്റ് കണ്ടുപിടിച്ചത്. അങ്ങനെ കുറേ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ആ തർക്കം തീരുന്നത് വരെ നമ്മൾ ഈ എലമെന്റുകളെ ഒരു ചെറിയ ചെല്ലപ്പേരിട്ട് വിളിക്കും. അത് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു ടെമ്പററി നെയിമിങ്. അതിനുശേഷം എൻക്വയറിക്ക് ശേഷം നമ്മൾ ഫൈനലി എന്ത് ചെയ്യും, ഒരു നെയിം കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഈ ഒരു എലമെന്റിന് ശരിക്കും അറ്റോമിക് നമ്പർ ഏതാണെന്നാണ് ചോദ്യം. അതിൽ നിങ്ങൾക്കറിയാം U for un എന്ന് വെച്ചാൽ 1, എഗെയിൻ un, എഗെയിൻ 1, E എന്ന് വെച്ചാൽ 9 അല്ലേ. സോ ദിസ് ഇസ് 119 ആണ്. നിങ്ങൾക്ക് ആ സിമ്പിൾ ഓർമ്മയുണ്ടാവും. നിൽ എന്ന് പറയുന്നത് 0 ആണ്. നില്ല് എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് ലെറ്റർ N ആണ്. അതിനെ നമ്മൾ N എന്ന് വിളിക്കുന്നു 0യ്ക്ക്. പക്ഷേ നോൺ നെയിൻ എന്നാണ് നമ്മൾ 9ന് ചേർക്കുന്നത് അല്ലേ, നൊണ്ണ്. ദാറ്റ് ഈസ് ആക്ച്വലി ഫോർ 9. പക്ഷേ ഇവിടെയും N കിടക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് അവർ കൊടുക്കുന്ന പേരാണ് N-ന്റെ E. അതുകൊണ്ട് E എന്ന് പറയുന്ന ഓർത്തോണം 9-നാണ്, N എന്ന് പറയുന്ന 0യ്ക്കാണ്. സോ ഈ എലമെന്റ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി ഇൻ കേസ് ഇത് കണ്ടുപിടിച്ചാൽ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ലാസ്റ്റ് എലമെന്റ് 118 ആണ്, വിച്ച് ഇസ് കോൾഡ് ഓർഗാനസൺ. ഇത് നമ്മുടെ 118ാമത്തെ എലമെന്റ് ആണ്. അപ്പോൾ ഇനി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് നേരെ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഗ്രൂപ്പ് 1ന്റെ താഴെ കിടക്കും. സോ ദിസ് വിൽ ബി ആൽക്കലി മെറ്റൽ ആയിരിക്കും. 120 എന്ന് പറയുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽ ആയിരിക്കും. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ഫ്രം ദി ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് ആണ്. The oxygen molecule is paramagnetic because ഉറപ്പായിട്ടും പാരാമാഗ്നറ്റിസം കാണാൻ കാരണം അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ ദി ബോണ്ടിങ് ഇലക്ട്രോൺസ് ഔട്ട് നമ്പർ ദി ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ഇൻ ദി മോളിക്കുലർ ഓർബിറ്റൽ. ബോണ്ടിങ് ഇലക്ട്രോണിന്റെ എണ്ണം ആന്റി ബോണ്ടിങ്ങിനേക്കാൾ കൂടുതലായതുകൊണ്ടാണ് പാരാമാഗ്നറ്റിക്. ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ. പിന്നെ ഇറ്റ് കണ്ടെയ്ൻ അൺപെയ്ഡ് ഇലക്ട്രോൺസ്. യെസ്, ഇത് കറക്റ്റ് ആയിരിക്കാം. അടുത്തതും ഇറ്റ് കണ്ടെയ്ൻ അൺപെയ്ഡ് ഇലക്ട്രോൺ. ഒന്ന് ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ഒന്ന് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ആണ്. പിന്നെ ഉള്ളത് നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ ഈക്വൽ ടു നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ്. ഉറപ്പായിട്ടും നിങ്ങൾക്കറിയാം പാരാമാഗ്നറ്റിസം എന്ന് പറയുന്നത് അൺപെയ്ഡ് ഇലക്ട്രോണുകളുടെ നമ്പർ ഉള്ളതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞ O2 ആണ്. സോ ദർ ആർ 8 + 8 16 ഇലക്ട്രോണുകളാണ് ഉള്ളത്. നിങ്ങൾക്കറിയാലോ 16 ഇലക്ട്രോൺ വരുമ്പം എഴുതേണ്ട ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഒരു വ്യത്യാസമുണ്ട്. സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, അതിനുശേഷം സിഗ്മ 2pz, pi 2px is equal to pi 2py, then pi star 2px is equal to pi star 2py, then sigma star 2pz. ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ ഉണ്ട്. ഇതിൽ ഇയാളാണ് പ്രശ്നക്കാരൻ. ഈ സിഗ്മ 2pz നിങ്ങൾ കാര്യമായിട്ട് നോക്കിക്കോണം. ഇയാളൊരു ചെറിയ പ്രശ്നക്കാരനാണ്. 14 വരെ ഇയാൾ 2 പൈയുടെയും ഇടയിലായിരിക്കും. ഞാനിപ്പം നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഉണ്ടാക്കി തരാൻ നിന്നാൽ നടക്കില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ ഓൾറെഡി കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തവർ ആളുകളാണ്. അതുകൊണ്ട് ഇത് ശരിക്കും 14 വരെ ഇതിൻ്റെ ഇടയിലും 14 കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടിലോട്ടും കയറിയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൈ എന്ന് പറയുന്നത് അച്ഛൻ, പൈ സ്റ്റാർ എന്ന് പറയുന്ന അമ്മയാണെങ്കിൽ ഇയാൾ 14 വയസ്സ് വരെ, ഇതാണ് മകൻ, 14 വയസ്സ് വരെ ഇവരുടെ ഇടയ്ക്ക് ഇരുന്നോളും. 14 വയസ്സ് കഴിയുമ്പം അവർ അച്ഛനെ അമ്മയും പുറകോട്ട് മാറ്റി ഫ്രണ്ടിലോട്ട് കയറിയിരിക്കും. അപ്പം 14-ന് മേലെ പോയി കഴിഞ്ഞാൽ സിഗ്മ എന്ന് പറയുന്നത് 2 പൈയുടെ ഇടയിൽ നിന്ന് ഫ്രണ്ടിലോട്ട് കയറി വരും എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ ഇലക്ട്രോണിനെ കൊടുക്കുവാണ്. 2, 4, 6, 8, 10, 11, 12, 13, 14, 15, 16. നിങ്ങൾക്കറിയാം എന്തിനാണ് 111 എന്ന് കൊടുത്തതെന്ന് അറിയാം. ദാറ്റ് ഈസ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഓഫ് ബോ പ്രിൻസിപ്പിൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ കോൺഫിഗറേഷൻ എഴുതാവൂ. ഇനി ഒന്ന് നോക്കിക്കേ. ഇതിൽ ആന്റി ബോണ്ടിങ് പൈ സ്റ്റാർ ഓർബിറ്റലിൽ 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ് ഓക്സിജൻ പാരാമാഗ്നറ്റിക് ആയത്. സോ ഇറ്റ് കണ്ടെയ്ൻ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇൻ ദി ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ആൻസർ ഈസ് ഓപ്ഷൻ 2. നമ്മളുടെ ആദ്യത്തെ 4 ചാപ്റ്ററിൽ നിന്നുള്ള 1 by 1 ക്വസ്റ്റ്യൻ, മൊത്തം 4 ക്വസ്റ്റ്യൻ ആയി. അടുത്തത്
A gaseous mixture contains 50% of helium and 50% of methane by volume. This is actually the volume percentage. What is the percentage by weight of methane in the mixture? ആദ്യം നിങ്ങളോട് എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് എഴുതുക. So that is the percentage of methane in the mixture is equal to weight of methane by weight of methane plus weight of helium, right? Helium into 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. പക്ഷെ നമുക്ക് വെയിറ്റിനെ കുറിച്ച് അറിയില്ല. അവർ വോളിയത്തിന്റെ റേഷ്യോ തന്നു. That is volume of methane is to volume of helium is equal to 50:50, which is equal to 1:1, which is exactly same as number of moles of methane is to number of moles of helium, which is Avogadro's law. അതായത് വോളിയത്തിന്റെ റേഷ്യോയും നമ്പർ ഓഫ് മോൾസിന്റെ റേഷ്യോയും കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ രണ്ടും സെയിം ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് മീഥേൻ എന്ന് പറയുന്നത് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹീലിയം ഇസ് ഓൾസോ എക്സ്. സോ മോളാർ മാസ് ഓഫ് മീഥേൻ എന്ന് പറയുന്നത് 16 gram ആണ്. മോളാർ മാസ് ഓഫ് ഹീലിയം എന്ന് പറയുന്നത് 4 gram ആണ്. Then number of moles equal to given mass by molar mass. So weight is equal to number of moles into molar mass, which is equal to, in the case of methane, this is 16x. Therefore, in the case of helium, it is 4x. അല്ലേ? നമ്മൾ number of moles equal to given mass by molar mass. So weight is equal to number of moles into molar mass. Therefore, percentage of methane is equal to weight of methane 16x by 16x plus 4x into 100. So which is equal to 16x by 20x into 100. X and x will be cancelled. അല്ലേ? അപ്പോൾ ഇത് രണ്ടും കട്ടായി പോയി 5 വരും. 0 remainder 3, 80%. Answer is option 3. സോ നിങ്ങൾ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിൽ തുടങ്ങുക. അല്ലാതെ നമ്മൾ ആദ്യമേ തന്നെ ക്വസ്റ്റിനെ കടന്നു പിടിച്ച് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. എന്താണോ വേണ്ടത് അത് തുടങ്ങി വെച്ചതിന് ശേഷം അതിൽ നോക്കുക നിങ്ങൾക്ക് എന്താ ആവശ്യം അത് ക്വസ്റ്റിനെ നോക്കി തപ്പിയെടുക്കുക കേട്ടോ. Okay, അടുത്ത question number 6. If the de Broglie's wavelength of the electron, that is lambda, of in nth Bohr orbit of hydrogenic atom is equal to 1.5 pi a0. So this is 1.5 into pi a0, where a0 നിങ്ങൾക്കറിയാം Bohr radius ആണ്. Then the value of n by z is, നിങ്ങൾക്കറിയാലോ de Broglie wavelength is equal to h by mv ആണ്. h by mv. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തായാലും ഒരു ബോർ റേഡിയസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും റേഡിയസിന്റെ ഇക്വേഷൻ ഇതിൽ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? റേഡിയസിന്റെ ഇക്വേഷൻ എന്താ? a0 n² by z ആണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് റേഡിയസുമായിട്ട് ബന്ധമില്ല. അപ്പം നമ്മൾ ബോർ ക്വാണ്ടൈസേഷൻ പോസ്റ്റുലേറ്റ് എടുക്കും. ദാറ്റ് ഈസ് mvr is equal to nh by 2π. ഇതിൽ നിന്ന് mv is equal to എന്താണ്? nh by 2πr എന്ന് കിട്ടി. അത് നമ്മൾ ഇവിടെ കൊണ്ട് തട്ടും. അപ്പോൾ നമുക്ക് കിട്ടും ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ nh by 2πr. മേളി വരും 2πr. h and h will be cancel. So n lambda is equal to 2πr എന്ന് പറയുന്ന വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടും. സോ ദിസ് ഇസ് ആക്ച്വലി എന്താണ്? 2πr എന്ന് വെച്ചാൽ സർക്കംഫറൻസ് ഓഫ് ദി ഓർബിറ്റ് ആണ്. അതെന്ന് പറയുന്നത് ലാംഡ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി നമ്മൾ റേഡിയസിന്റെ അകത്തോട്ട് ഇത് കൊടുക്കാൻ പോവാണ്. n ലാംഡ ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റേഡിയസിന്റെ പകരം a0 n² by z. അതിൽ എന്നും ഒരെന്നും കട്ടായിപ്പോയി. കണ്ടുപിടിക്കാൻ ചോദിച്ച് n by z. സോ n by z അവിടെ നിർത്തി. വിച്ച് ഈസ് ഇത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. ലാംഡ ബൈ 2π a0. ലാംഡ എന്താന്ന് ഓൾറെഡി അവർ പറഞ്ഞു. 1.5 pi a0 ബൈ ഓൾറെഡി 2π a0. പൈ a0 കട്ട് ഓഫ് 1.5 എന്ന് വെച്ചാൽ 3/2. എഗെയിൻ ഒരു 2 ഉണ്ട്. 3/4 വിച്ച് ഈസ് ഈക്വൽ ടു 0.75. സോ ദി വാല്യൂ ഓഫ് n by z ഈസ് 0.75. ആൻസർ ഈസ് ഓപ്ഷൻ 3. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഡെറിവേഷൻ ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. n ലാംഡ ഈസ് ഈക്വൽ ടു 2πr എന്നുള്ള കാര്യം മറക്കരുത്. സോ നമ്മളുടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ. The first ionization enthalpy values of the third period elements, that is sodium, നിങ്ങൾക്കറിയാം group 1, magnesium group 2, silicon group 14 are respectively 496, 737 and 786 എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. Then the first ionization enthalpy value for aluminium will be more close to. Aluminium ഒരു group 13 element. ജനറലി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പം അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ കൂടുക ചെയ്യാം. അപ്പം ഏറ്റവും വലിയ വാല്യൂ സിലിക്കണിനാണ്. സിലിക്കണിനേക്കാൾ കുറവും മഗ്നീഷ്യത്തിനേക്കാൾ കൂടുതലുമാണ് അലുമിനിയത്തിന് വരേണ്ടത്.
പക്ഷെ നിങ്ങൾക്കറിയാം അയണൈസേഷൻ എൻതാൽപ്പി, ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത് അൺയൂഷ്വലി ഗ്രേറ്റർ ദാൻ ദി ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഗ്രൂപ്പ് 13 ആണ്. ഗ്രൂപ്പ് 2ന്റെ അയണൈസേഷൻ എൻതാൽപ്പി ഗ്രൂപ്പ് 13നേക്കാൾ കൂടുതലാണ്. കാരണം ഇതിനകത്ത് എസ് ഇലക്ട്രോൺ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, പെനട്രേറ്റിംഗ് പവർ ഹൈ ആണ്. അങ്ങനെ വരുമ്പം മഗ്നീഷ്യത്തിന് ഇയാളേക്കാൾ കൂടുതൽ വരണം. ശരിക്കും വരേണ്ടത് എന്താ? അലുമിനിയത്തിന് മഗ്നീഷ്യത്തിനേക്കാൾ കൂടുതൽ വരണം. അത് നടക്കില്ല. മഗ്നീഷ്യത്തിനാണ് അലുമിനിയത്തിനേക്കാൾ കൂടുതൽ. അപ്പോൾ ഈ വാല്യൂ 737നേക്കാൾ ചെറുതും 786നേക്കാൾ ചെറുതുമുള്ള വാല്യൂ ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും ആപ്റ്റ് എന്ന് പറയുന്നത് 575 കിലോ ജൂൾ ആണ്. ആൻസർ ഇസ് ഓപ്ഷൻ 4 ആണ്. നിങ്ങൾ അതിൻ്റെ ആൻസർ ഒക്കെ എഴുതുന്നുണ്ട്, ഞാനത് കാണുന്നുണ്ട്. പിന്നെ എല്ലാവരും കറക്റ്റായിട്ട് തന്നെ എഴുതുന്നത്, കാരണം ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസും ആണ്. പിന്നെ തന്നെയല്ല, നിങ്ങൾക്ക് ഓൾറെഡി ബേസ് ഉള്ളതുകൊണ്ട് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ആയിരിക്കും. സോ ദ ആൻസർ ഓപ്ഷൻ 4 വരും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർ ഓഫ് സ്പീഷ്യസ് ഈസ് ഐസോസ്ട്രക്ചറൽ? നിങ്ങൾ ഈ തവണത്തെ നീറ്റിന് നന്നായിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഐസോസ്ട്രക്ചറൽ കാറ്റഗറി. ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് ഫുള്ള് സ്ട്രക്ചർ വരച്ച് നോക്കണ്ട. ബോൺ പെയർ പ്ലസ് ലോൺ പെയർ കോമ്പിനേഷൻ സെയിം ആണ് എങ്കിൽ ഉറപ്പായിട്ടും അവർ ഐസോസ്ട്രക്ചറലായിരിക്കും. അതിലാദ്യം നിങ്ങളുടെ മീഥേൻ സെൻട്രൽ ആറ്റം കാർബൺ ആണ്. വാലൻസ് ഇലക്ട്രോൺ 4 വരും. 4 വാലൻസ് ഇലക്ട്രോണിൽ 4 ഹൈഡ്രജൻ കൊണ്ടുപോകും. സോ 4 ബോണ്ട് പെയറും 0 ലോൺ പെയറും. സോ ദിസ് കോമ്പിനേഷൻ ഈസ് 4+0. H2Oയിൽ സെൻട്രൽ ആറ്റം ഓക്സിജൻ, വാലൻസ് ഇലക്ട്രോൺ 6 എണ്ണത്തിൽ 2 എണ്ണം അവർ കൊണ്ടുപോയി ഹൈഡ്രജൻ, ബാക്കി 2 ലോൺ പെയർ. സോ 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും. സോ ദി കോമ്പിനേഷൻ ഈസ് 2+2. അടുത്തത് നിങ്ങൾക്കറിയാം ഇത് ഐസോസ്ട്രക്ചറൽ പെയർ അല്ല, ബിക്കോസ് ദി കോമ്പിനേഷൻസ് ആർ ഡിഫറെന്റ്. അടുത്തത് H2O നമ്മൾ ഇപ്പോൾ ചെയ്തോളൂ 2+2. നെക്സ്റ്റ് വൺ NH3 സെൻട്രൽ ആറ്റം നൈട്രജൻ ആണ്, വാലൻസ് ഇലക്ട്രോൺ 5. ഇതിൽ 3 എണ്ണം ഹൈഡ്രജൻ കൊണ്ടുപോയി. സോ 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും. സോ ദി കോമ്പിനേഷൻ ഈസ് 3+1 ആൻഡ് ദാറ്റ്സ് വൈ ദിസ് ഈസ് നോട്ട് ദി ആൻസർ. അടുത്തത് SiF4 സെൻട്രൽ ആറ്റം സിലിക്കൺ, വാലൻസ് ഇലക്ട്രോൺ 4 ബിക്കോസ് ഇറ്റ് ഈസ് ദി ഫാമിലി ഓഫ് കാർബൺ. 4ൽ 4 ഫ്ലൂറിൻ കൊണ്ടുപോയി. സോ 4 ബോണ്ട് പെയറും 0 ലോൺ പെയറും. അടുത്ത SF4 സൾഫർ ഓക്സിജന്റെ ഫാമിലിയാണ്. 6 വാലൻസ് ഇലക്ട്രോൺ, അതിൽ 4 എണ്ണം ഫ്ലൂറിൻ കൊണ്ടുപോകും. 4 ബോണ്ട് പെയറും 1 ലോൺ പെയറും. സോ ദി കോമ്പിനേഷൻ ഈസ് 4+1. ആൻസർ അല്ല. അപ്പോൾ ഉറപ്പായിട്ട് ആൻസർ ഇതായിരിക്കും. നോക്കാം, മീഥേൻ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് 4+0. CCl4 സെൻട്രൽ ആറ്റം കാർബൺ, വാലൻസ് ഇലക്ട്രോൺ 4, 4ൽ 4 ക്ലോറിൻ കൊണ്ടുപോകും. സോ 4 ബോണ്ട് പെയറും 0 ലോൺ പെയറും. സോ കോമ്പിനേഷൻ സെയിം ആണെങ്കിൽ അവർ ഐസോസ്ട്രക്ചറലായിരിക്കും. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 4. അടുത്തത് 9th വൺ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ ആണ്. The distribution of electrons into orbitals of an atom is called its electronic configuration. ശരിയല്ലേ? ഒരു ഓർബിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഇലക്ട്രോണുകളെ ഇങ്ങനെ പെറുക്കി എഴുതാം. ചുമ്മാ പെറുക്കി എഴുതിയാൽ പോരാ, എഴുതുമ്പം എനർജി കൂടുന്ന ഓർഡറിൽ എഴുതണം അല്ലെ. ഓരോ ഓർബിറ്റലുകൾ ഹാഫ് ഫില്ല് ചെയ്തതിന് ശേഷമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒക്കെ നോക്കണം. അങ്ങനെ എല്ലാം നോക്കി അറേഞ്ച് ചെയ്യുന്നതിന്റെ പേരാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് കറക്റ്റ് ആണ്. അടുത്തത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് ആർ ഡിറ്റർമൈൻഡ് ബൈ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ് വിച്ച് ഇസ് ഡയറക്ട്ലി ഗിവൺ ഇൻ യുവർ NCERT ടെക്സ്റ്റ് ബുക്ക്. സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റൽ മെത്തേഡാണ്. സോ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റൽ മെത്തേഡ് വഴിയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കുക. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ആൻസർ ഇസ് ഓപ്ഷൻ 1 ആണ്. നിങ്ങൾ ആൻസർ എഴുതുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് കേട്ടോ. 1 ആണ്. അടുത്തത് 10th ക്വസ്റ്റ്യൻ. In which of the following ionization process the bond order has increased and magnetic behavior has changed? Bond order കൂടുകയും വേണം, മാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുകയും വേണം. അതിന് നമ്പർ ഓഫ് ഇലക്ട്രോൺ 8 വരെ നിങ്ങൾക്ക് ഷോർട്ട് കട്ടിന്റെ ആവശ്യമില്ല. നമ്പർ ഓഫ് ഇലക്ട്രോൺ മോർ ദാൻ 8 ആണ് വരുന്നതെങ്കിൽ, അതായത് 8 തൊട്ട് നമുക്ക് പറയാം 8, 9, 10, 11, 12, 13, 13, 14. then അടുത്ത ഷോർട്ട് കട്ട് ഇങ്ങനെ. അപ്പം നിങ്ങൾ ഇവിടെ 8, 9, 10, 11, 12, 13, ഇത് 14, then 15, 16, 17, 18, 19, 20. ഈ കാണിച്ചിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഇനി ഇതിൽ 8 ആണ് വരുന്നതെങ്കിൽ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ 0, പിന്നെ 0.5, 1, 1.5, 2, 2.5, 3, മാക്സിമം 3, അഗെയിൻ 2.5, ഒരേ ലൈനിൽ സെയിം വരും. 2, 1.5, 1.5, 0 ഇങ്ങനെ വരും. ഇതിൽ 12 എന്ന് പറയുന്ന ആളും 14 എന്ന് പറയുന്ന ആളും 18 എന്ന് പറയുന്ന ആളും മാത്രമാണ് ഡയാമാഗ്നറ്റിക്. നിങ്ങൾ ഈ ഷോർട്ട് കട്ട് ഓർത്ത് വെച്ചാൽ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഫുള്ള് തീരും. ഇത്ര മാത്രം ഓർത്താൽ മതി. അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം ഓക്സിജൻ 16 ഇലക്ട്രോൺ ആണ്. O2+ എന്ന് പറയുമ്പോൾ ഒരെണ്ണം പോയി 16, 15 ആയി. 16ൽ നിന്ന് 15ലേക്ക് വരുമ്പം ബോണ്ട് ഓർഡർ കൂടി. ശരിയാ, 2.5 കൂടി. പക്ഷെ 16ഉം 15ഉം എന്താണ്? പാരാമാഗ്നറ്റിക്കാണ്. അപ്പം മാഗ്നറ്റിസം ചേഞ്ച് ആയില്ല. അടുത്തത് 14 ആണ്, ഇത് 13 ആണ്.
സോ 14 നിന്ന് 13 വന്നപ്പോൾ ബോണ്ട് ഓർഡർ കുറഞ്ഞു. നോക്കുക വേണ്ട, അവർ പറഞ്ഞേക്കുന്ന ബോണ്ട് ഓർഡർ കൂടണം എന്നാണ്. അടുത്തത് 12 നിന്ന് 11 വന്നു. 12 നിന്ന് 11 വന്നപ്പോൾ ബോണ്ട് ഓർഡർ കുറഞ്ഞു. നോക്കണ്ട. അപ്പം ആൻസർ ഇതാണ്. NO 15 ആണ്. നൈട്രജൻ 7 ഓക്സിജൻ 8 7 8 15. ഇവിടെ ഒരു പ്ലസ് ചാർജ് ഉണ്ട്, 1 പോയി. സോ ദിസ് ഇസ് 14. സോ 15 നിന്ന് 14 വന്നപ്പോൾ ബോണ്ട് ഓർഡർ കൂടി. ശരിയാ, 2.5 എന്നുള്ള 3 ആയി. 15 പാരയാണ്, 14 ഡയാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 വരും. അപ്പം നിങ്ങൾ ഈ ഒരു ഷോർട്ട് കട്ട് ഓർത്ത് വയ്ക്കുക. ഈ 3 ലെറ്റേഴ്സ് മാത്രമാണ് ഡയാമാഗ്നറ്റിക്, ബാക്കി എല്ലാവരും പാരാമാഗ്നറ്റിക് ആയിരിക്കും കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. എ സർട്ടൺ ഓർബിറ്റൽ ഹാസ് നോ ആംഗുലാർ നോഡ് എന്ന് പറയുമ്പോൾ തന്നെ ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 1ഉം കട്ട് ചെയ്തോണം. കാരണം ആംഗുലാർ നോഡിന്റെ ഇക്വേഷൻ L ആണ്. Lന്റെ വാല്യൂ 0 ആണ് എസിന്, Lന്റെ വാല്യൂ 1 ആണ് പിക്ക്, Lന്റെ വാല്യൂ 2 ആണ് ഡിക്ക്, Lന്റെ വാല്യൂ 3 ആണ് എഫിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗുലാർ നോഡ് ഇല്ല എന്ന് വെച്ചാൽ L വാല്യൂ 0. അപ്പോൾ ഉറപ്പാണ് എസ് ഓർബിറ്റൽസേ വരൂ. 2 എസ് ഉണ്ട്. ഇനി പറയുന്ന 2 റേഡിയൽ നോഡ്, നമുക്കറിയാം നമ്പർ ഓഫ് റേഡിയൽ അല്ലെങ്കിൽ സ്ഫെറിക്കൽ നോഡ്. നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സ്ഫിയറിനാണ് റേഡിയസ് ഉള്ളതെന്ന് ഓർത്ത് വയ്ക്കുക. സ്ഫിയറിന് റേഡിയസ് അങ്ങനെ ഓർത്ത് വയ്ക്കുക. അതിന്റെ ഇക്വേഷൻ n-l-1 ആണ്. നമ്പർ ഓഫ് ആംഗുലാർ അല്ലെങ്കിൽ ആംഗിൾ നമ്മൾ ആർക്കാ പറയാ? പ്ലെയിനിന്. പ്ലെയിനിന്റെ ആംഗിൾ പ്ലനാർ നോഡ് എന്ന് പറയുന്നത് L ആണ്. സോ ടോട്ടൽ നോഡ് എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്താ? ടോട്ടൽ നോഡ് ഇസ് ഈക്വൽ ടു n-l - 1 പ്ലസ് L വിച്ച് ഈസ് ഈക്വൽ ടു n-1. ഇവർ പറഞ്ഞു 2 റേഡിയൽ നോഡ്. നോക്കാം, ഇയാളുടെ റേഡിയൽ നോഡിന്റെ ഇക്വേഷൻ n-l - 1 വിച്ച് ഈസ് ഈക്വൽ ടു 2. ശരിയാ, അപ്പൊ ആംഗുലാർ നോഡ് ഇല്ല, 2 റേഡിയൽ നോഡ്. ആൻസർ ഇസ് ഓപ്ഷൻ 3 വരും. ഈ 3 ഇക്വേഷൻ പഠിച്ചാൽ ആ ഭാഗം ക്ലിയർ ആയി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 12. വെൻ ദി ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ഈസ് -114. അതായത് ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്ന ഓക്സിജൻ ഗ്യാസിലോട്ട് ഒരു ഇലക്ട്രോൺ കയറ്റി വിട്ടപ്പം ആ ഇലക്ട്രോണിനെ അയാൾ ചാടി പിടിക്കും ആൻഡ് O- ഗ്യാസ് ആയിട്ട് മാറി. അപ്പം മീനിങ് എന്താ? ഇലക്ട്രോണിന് ഓക്സിജനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഓക്സിജൻ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ ചാടി മേടിച്ച് സ്റ്റെബിലൈസ് ആയി. സ്റ്റെബിലൈസ് ആയെന്ന് വെച്ചാൽ എനർജി പുറത്തോട്ട്, ആൻഡ് ദാറ്റ്സ് വൈ ΔH ഈസ് നെഗറ്റീവ്. പക്ഷേ ഓക്സിജന് 2 ഇലക്ട്രോണുകളാണ് ആവശ്യം. ഇപ്പം നമുക്ക് ഓക്സിജന് 1 ഇലക്ട്രോണേ ഉള്ളൂ. ഒരെണ്ണം കൂടെ നിങ്ങൾ കൊടുത്തു വിചാരിച്ചോ. O- ഗ്യാസിലേക്ക് 1 ഇലക്ട്രോണും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് O2- ഗ്യാസ് ആയിട്ട് മാറും. ഇത് ഓക്സിജന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓക്സിജന് 2 ഇലക്ട്രോണിന്റെ ഷോർട്ടേജ് ആണുള്ളത്. അപ്പോൾ ഈ രണ്ടാമതൊരു ഇലക്ട്രോണും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്റ്റെബിലൈസ് ആവും. പക്ഷേ ഇയാൾക്ക് താല്പര്യമുണ്ട്, പക്ഷേ ഈ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കയറ്റാൻ ഈ നെഗറ്റീവ് ചാർജ് സമ്മതിക്കുകയില്ല. ബിക്കോസ് നിങ്ങൾക്കൊരു യൂണിവേഴ്സൽ റൂൾ അറിയാം, ഒരു നെഗറ്റീവും മറ്റേ നെഗറ്റീവും ഒപ്പോസ് ചെയ്യും. അപ്പോൾ ഈ ഓക്സിജന് ഭയങ്കര ഇഷ്ടമാണ്, ഓക്സിജൻ വരട്ടെ വരട്ടെ എന്ന് പറയും, പക്ഷേ ഇത് റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഇതിനെ നിർബന്ധിച്ച് അടിച്ചിരുത്തണം. എന്ന് വെച്ചാൽ ഈ ഇലക്ട്രോണിനെ നിർബന്ധിച്ച് ഇതിനകത്തേക്ക് സപ്ലൈ ചെയ്യണം. ആൻഡ് ദാറ്റ്സ് വൈ ദ സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓൺവേർഡ്സ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് വാല്യൂ. ആൻസർ ഈസ് ഓപ്ഷൻ 4. സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണെന്നാണ് ചോദിച്ചത്. ആൻസർ ഈസ് ഓപ്ഷൻ 4. അടുത്തത് എ സൊല്യൂഷൻ ഓഫ് സോഡിയം സൾഫേറ്റ് കണ്ടെയ്ൻ 92 gram of Na+ ion പെർ കിലോഗ്രാം ഓഫ് വാട്ടർ. മൊളാലിറ്റി ഓഫ് Na+ ion. Molality of Na+ ion is equal to number of moles of Na+ ion by mass of solvent in kilogram. Number of moles is equal to weight of Na+ by molar mass of Na+ into mass of solvent. Weight of Na+ is 92, molar mass is 23, mass of solvent is 1 kilogram. So the answer is 4. നിങ്ങൾക്ക് ഡയറക്ട്ലി അപ്ലൈ ചെയ്ത് എടുക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 4 ആണ് ആൻസർ. അടുത്തത് സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ജനറൽ ദി പ്രോപ്പർട്ടി മാഗ്നിറ്റ്യൂഡ് ഓൺലി, സൈൻ ഒന്നും പറഞ്ഞിട്ടില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം. ദാറ്റ് ഷോ ആൻ ഓപ്പോസിറ്റ് ട്രെൻഡ് ഇൻ കമ്പാരിസൺ ടു ദി അതർ പ്രോപ്പർട്ടീസ് അക്രോസ് ദി പീരീഡ്. നിങ്ങൾക്കറിയാം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇവിടുന്ന് അങ്ങോട്ട് കൂടും, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇവിടുന്ന് അങ്ങോട്ട് കൂടും, അയണൈസേഷൻ എൻതാൽപ്പി ഇവിടുന്ന് അങ്ങോട്ട് കൂടും, അറ്റോമിക് സൈസ് ഇവിടുന്ന് അങ്ങോട്ട് കുറയും. അപ്പം ഈ ബാക്കിയുള്ളവർക്ക് എല്ലാം കൂടുന്ന പ്രോപ്പർട്ടിയാണ് എങ്കിൽ ഇയാൾക്ക് മാത്രം കുറയുന്ന പ്രോപ്പർട്ടിയാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. ആൻഡ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദി ഫോളോയിങ് സ്പീഷ്യസ് ഹാവ് അൺഈക്വൽ ബോണ്ട് ലെങ്ത്? മക്കളെ, അൺഈക്വൽ ബോണ്ട് ലെങ്ത് ഒന്നില്ലെങ്കിൽ sp3d2 ആൾക്കാരോ അല്ലെങ്കിൽ sp3d.
sp3d ആൾക്കാരോ അല്ലെങ്കിൽ sp3d3 ആൾക്കാരോ മാത്രമേ കാണിക്കൂ. സോ അൺഈക്വൽ ബോണ്ട് ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഈ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ ഇത്. നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പം XCF4 sp3d2 കിട്ടും, BF4 മൈനസ് sp3 കിട്ടും, SF4 sp3d കിട്ടും, SIF4 sp3 കിട്ടും. ഇപ്പം നമ്മളൊരു 10 ഫിംഗേഴ്സ് മെത്തേഡ് പറഞ്ഞായിരുന്നു. അത് വെച്ച് സിനോൺ സെൻട്രൽ ആറ്റം വാലൻസ് ഇലക്ട്രോൺ 8 വരും, അതിൽ 4 ഫ്ലൂറിൻ കൊണ്ടുപോയി. സോ 4 ബോണ്ട് പെയർ 2 ലോൺ പെയർ, 4 2 6. That's why this is sp3d2. Then BF4 മൈനസ് ബോറോൺ വാലൻസ് ഇലക്ട്രോൺ 3 ആണ്. ഒരെണ്ണം കൂടി എക്സ്ട്രാ വന്നപ്പോൾ 4 ആയി, 4ൽ 4 പോയി. സോ 4 + 0 4 sp3. SF4 സൾഫർ ആണ്, സീസോ ജോമെട്രി 6 ഉണ്ട്, 4 ഫ്ലൂറിൻ കൊണ്ടുപോയി, 4 ബോണ്ട് പെയർ 1 ലോൺ പെയർ, 4 1 5 sp3d. പിന്നെ SIF4 സിലിക്കൺ വാലൻസ് ഇലക്ട്രോൺ 4 ആണ്, 4 ഫ്ലൂറിൻ കൊണ്ടുപോയി. സോ 4 ബോണ്ട് പെയറും 0 ലോൺ പെയറും. സോ ദാറ്റ് ഈസ് 4 sp3. അപ്പോൾ അൺഈക്വൽ ബോണ്ട് ലെങ്ത് വരണമെങ്കിൽ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും വേണം. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് 4 ചാപ്റ്ററുകളിലെ 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫിനിഷ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ബോട്ടണി അർഷാ സാർ വെയിറ്റിംഗ് ആണ്. അപ്പോൾ സാറിനെ നമ്മൾ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യും. താങ്ക് യു. Hi, good evening. Hi, good evening everybody. Physics and chemistry ഒക്കെ ചെയ്ത് നിങ്ങൾ നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുകയാണ്. ഇനി ബോട്ടണിയുടെ കുറച്ച് ചാപ്റ്ററൊക്കെ ആയിട്ട് നമ്മൾ വരികയാണ്. ലിവിംഗ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ലാസ്റ്റ് നടന്ന നീറ്റ് എക്സാമുകളിലൊക്കെ 10-നടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ചാപ്റ്ററുകളാണ്. അടുത്ത നീറ്റ് എക്സാമിനും 10ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ റെഡിയാണ്, നമ്മൾ സമയം കളയുന്നില്ല, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ്റെ മോഡലിലെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. Question number 1. Which of the following is the correctly written scientific name of mango tree according to binomial nomenclature? എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെ എഴുതിയിരിക്കുന്ന മാഞ്ചിഫറ ഇൻഡിക്ക ലിൻ. സയന്റിഫിക് നെയിം എഴുതാൻ ICBന്റെ റൂൾ അനുസരിച്ചിട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. 2 വേർഡ് ഉണ്ട്, ജീനസ് നെയിം, സ്പീഷീസ് നെയിം. ജീനസ് നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ, സ്പീഷീസ് നെയിം സ്മോൾ ലെറ്ററിൽ. 2 വേർഡും കൈകൊണ്ട് എഴുതിയാൽ സെപ്പറേറ്റ് അണ്ടർലൈൻ ചെയ്യണം, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്താൽ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യണം. സ്പീഷീസിന്റെ സയന്റിസ്റ്റിന്റെ അല്ലെങ്കിൽ കണ്ടുപിടിച്ച ആളുടെ പേര് സ്പീഷീസിന്റെ നെയിം ശേഷം അബ്രീവിയേറ്റഡ് ഫോമിൽ എഴുതണം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ 2 ക്യാപിറ്റലാ, തെറ്റി. സെക്കൻഡ് ഇറ്റാലിക്സ് അല്ല, തേർഡിൽ ക്യാപിറ്റൽ വന്നു. ഫോർത്ത് വണ്ണിലേക്ക് വരുമ്പോൾ 2 വേർഡ് ഉണ്ട്, സെപ്പറേറ്റ് ആണ്, ക്യാപിറ്റൽ സ്മോൾ ഉണ്ട്, ഇറ്റാലിക്സ് ഉണ്ട്, ഓതറിന്റെ നെയിമിന് കുഴപ്പമില്ല. സോ ഓപ്ഷൻ ഈസ് 4. എല്ലാവർക്കും തന്നെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഇതിൽ നിന്ന് ചോദിക്കാനുള്ള ഒരു കൺസെപ്റ്റും തിയറിയും എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോവാം. Assertion reason type question. Order is a group of related classes, and reason. All the classes of an order have some common characteristic feature. കണ്ടു കഴിഞ്ഞാൽ 2 സ്റ്റേറ്റ്മെന്റും ശരിയെന്ന് തോന്നുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ടാക്സോണമിയുടെ ഹയറാർക്കിയുടെ ഓർഡർ ഉണ്ട്. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ ആൻഡ് കിങ്ഡം. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? അസേഷനിൽ ഓർഡർ, ഇതിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത് ഈസ് ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ക്ലാസസ്. ഓർഡർ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ്, ഫാമിലി ആണ്, ക്ലാസ് അല്ല. അപ്പൊ അത് തെറ്റി. ഓൾ ദ ക്ലാസസ് ഓഫ് ആൻ ഓർഡർ ഹാവ് സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു ഓർഡറിൽ അല്ലെങ്കിൽ ഒരു ഓർഡറിലെ പല ക്ലാസ്സുകൾക്ക് കോമൺ ക്യാരക്ടർ ഉണ്ടെന്നുള്ളത് വീണ്ടും തെറ്റാ. കാരണം എന്താ? ഓർഡറുകൾ ഫാമിലിയുടെ ഗ്രൂപ്പിലാണ്, ഓർഡറിനകത്തുള്ള ഫാമിലികൾക്ക് ആ കോമൺ ക്യാരക്ടർ എന്ന് പറയാൻ പറ്റുക. സോ രണ്ടും തെറ്റാണ്. അസേഷനും റീസണും തെറ്റും നമ്മൾ എടുക്കേണ്ടി വരും. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ 4ലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പോകാം. ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ഫോൾസ്. ഓക്കെ, മിക്കവാറും ആൾക്കാരൊക്കെ ക്വസ്റ്റ്യൻ ഒക്കെ ശരിയാക്കുന്നുണ്ട്. സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. സ്പെഷ്യലൈസ്ഡ് സെൽസ് ഫോർ നൈട്രജൻ ഫിക്സേഷൻ പ്രസന്റ് ഇൻ സയനോബാക്ടീരിയ ലൈക്ക് നോസ്റ്റോക്ക് ആർ. ചോയ്സ് മീസോസോം, ഹെട്രോസിസ്, ക്രൊമാറ്റോഫോർ, മൈക്കോപ്ലാസ്മ. ഓരോ ചോയ്സുകളും ഓരോ കൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് ആൻസറിനേക്കുള്ള സമയമാണ്. നിങ്ങൾക്ക് എഴുതാം. മീസോസോം എന്താ? ബാക്ടീരിയയുടെ സെല്ലിന്റെ മെമ്പറൈൻ ഉള്ളിലേക്ക് ഇൻഫോൾഡ് ചെയ്ത സ്ട്രക്ചർ അല്ലേ? ദെൻ ഹെട്രോസിസ്, നോസ്റ്റോക്ക് പോലുള്ള സയനോബാക്ടീരിയയുടെ ബോഡിയിൽ നൈട്രജൻ ഫിക്സേഷന് കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് സെല്ല.
ഇത് ഇങ്ങനെ ഒരു സെല്ലായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുണ്ട്. NCERTയുടെ ബുക്കിൽ. എന്തിനാ? നൈട്രജൻ ഫിക്സേഷന്. സയനോബാക്ടീരിയയ്ക്കാ നോസ്റ്റോക്ക് പോലെ, എല്ലാ സയനോബാക്ടീരിയയ്ക്കും അല്ല. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ക്രോമാറ്റോഫോർ ഫോട്ടോസിന്തസൈസ് ചെയ്യുന്ന ബാക്ടീരിയ മാത്രം എടുത്താൽ അവരുടെ ബോഡിയിൽ പിഗ്മെന്റിനെ ക്യാരി ചെയ്യുന്ന ബോഡിയുടെ പേരാണ്. ദെൻ മൈക്കോപ്ലാസ്മയോ ബാക്ടീരിയ പോലെ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്. സോ ഇതൊന്നുമല്ല, നമുക്കറിയാം നൈട്രജൻ ഫിക്സേഷന്റെ സെല്ല് ഹെറ്ററോസിസ്റ്റ് ആണ്. മൊണീറ എന്നുള്ള കിങ്ഡവുമായിട്ട് ബന്ധപ്പെട്ട ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ ക്വസ്റ്റൻ ആണ്. സിമ്പിൾ ആണ്. ശരി, നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് കിടക്കുകയാണ്. വിച്ച് വൺ ഈസ് ദ സ്മോളസ്റ്റ് ഓർഗാനിസം ദാറ്റ് കംപ്ലീറ്റ്ലി ലൈക്ക് സെൽ വാൾ കേപ്പബിൾ ഓഫ് ഓട്ടോണമസ് ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ? ചോയ്സ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? വൈറസ്, മൈക്കോപ്ലാസ്മ, പ്രോട്ടോസോവൻ, ക്ലാമിഡമോണസ്. എല്ലാവരും സ്മോളസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും യൂണിസെല്ലാർ പോലുള്ള ഓർഗാനിസം ഒക്കെയാ. ഏറ്റവും സ്മോളസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന 1-2 ആൾക്കാരുണ്ടായിരുന്നറിയോ? വൈറസ്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്, അയാൾക്ക് ഒറിജിനലി ലിവിങ് ഓർഗാനിസം ഒന്ന് കൺസിഡർ ചെയ്യാറില്ല. ഈ ക്വസ്റ്റിനെ തന്നെ ഒത്തിരിയേറെ കൺസെപ്റ്റുകൾക്കുണ്ട്. സ്മോളസ്റ്റ് ഓർഗാനിസവ ഒരു ഓർഗാനിസം ഒന്ന് ഇൻഡിപെൻഡന്റ്ലി വിളിക്കണമെങ്കിൽ അയാൾക്ക് നല്ലൊരു സൈറ്റോപ്ലാസം കാണണം, ഒരു പ്ലാസ്മ മെംബ്രെയിൻ കാണണം, നടുക്കൊരു കൺട്രോൾ ചെയ്യാനുള്ള ഒരു യൂണിറ്റും കാണണം. ഇതൊന്നും ഇല്ലല്ലോ. വൈറസിന് ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും അല്ലേ ഉള്ളൂ. സെക്കൻഡ്, കംപ്ലീറ്റ്ലി ലൈക്ക് സെൽ വോൾ. സെൽ വോൾ ഇല്ലാത്ത മൊണീറൻ മെമ്പർ ആരാന്ന് ക്വസ്റ്റ്യനിലുണ്ട്. ദെൻ സ്വന്തമായിട്ടെന്നാ ജീവിക്കാൻ പറ്റുകയും ചെയ്യും. വൈറസ് അല്ല എന്ന് ഒന്നുകൂടെ ഉറപ്പിക്കാനാ. വൈറസിന് സ്വന്തമായിട്ട് മെക്കാനിസം ഇല്ല. നമ്മുടെ ബോഡിയിൽ, ഹോസ്റ്റിന്റെ ബോഡിയിൽ കയറിയാൽ അവരുടെ മെക്കാനിസം കടവെടുത്ത് ജീവിക്കുകയല്ലേ ചെയ്യണേ. അപ്പൊ ഇതൊന്നും വൈറസിന് ആപ്ലിക്കബിൾ അല്ല. മൈക്കോപ്ലാസ്മ ഏറ്റവും സ്മോളസ്റ്റ് ആണ്. 0.1 to 0.3 മൈക്രോമീറ്ററിന്റെ സൈസിലുള്ളവരാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് സെൽ എന്നുള്ള ചാപ്റ്ററിലും ഒക്കെ. ദെൻ അയാൾക്ക് സെൽ വോൾ ഇല്ല, സ്വന്തമായിട്ട് ജീവിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാ. പ്രോട്ടോസോവൻ എന്നുള്ളത് തെറ്റാണ്, പ്രൊട്ടിസ്റ്റയിൽ വരുന്നതാണ്. ക്ലാമിഡമോണസ് വിറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷനിൽ 5 കിങ്ഡത്തില് പ്രൊട്ടിസ്റ്റയിലാണ്, അല്ല ഗ്രീൻ ആൽഗയിൽ പറയുന്ന സയന്റിസ്റ്റുകളും ഉണ്ട്. അപ്പൊ ഇതൊന്നും അല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. കൂടുതൽ ആൾക്കാരും ശരിയാക്കുന്നുണ്ട് ക്വസ്റ്റിന്റെ ആൻസർ ഒക്കെ. സോ വളരെ നല്ല അറ്റംപ്റ്റിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും തന്നെ എല്ലാ ക്വസ്റ്റിന്റെ ആൻസറും കൂടുതൽ ആൾക്കാരും ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് കിടക്കുക. സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ഓഫ് ഫഞ്ചൈ ഇൻവോൾവ്സ് പ്ലാസ്മോഗാമി, കാരിയോഗാമി, മിയോസിസ്, ഓൾ ദ എബോവ്. ഫംഗസിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, ഫംഗസിന്റെ എന്നല്ല, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്ന തന്നെ 2 പേര് ഫ്യൂസ് ചെയ്യണം. ഇവിടെ എന്താ? പ്ലാസ്മോഗാമി 2 പേരുടെ സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്യല. കാരിയോഗാമി ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യണം. മിയോസിസ് നടന്ന് റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് സ്പോർ ഹാപ്ലോയിഡ് ഉണ്ടാകണം. ആ സെക്ഷുവൽ സ്പോറിന്റെ എക്സാമ്പിൾ ആണ് ഊസ്പോറും ആസ്കോസ്പോറും ബെസിഡിയോസ്പോറും. അവർ ജെർമിനേറ്റ് ചെയ്ത പുതിയ ഫംഗസ് അല്ലേ. എല്ലാ പ്രോസസ്സും കഴിഞ്ഞാലേ ഫംഗസിന്റെ സെക്ഷുവൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യൂ. ഫംഗസിന്റെ കിങ്ഡത്തെ പറ്റി പറയുന്നുണ്ട്. സോ ആൻസർ ഓൾ ദ എബോവ് ആണ്. എല്ലാവരും തന്നെ ശരിയാക്കിയിട്ടുണ്ട് ആ ക്വസ്റ്റിന്റെ ആൻസർ ഒക്കെ. ക്ലിയർ അല്ലേ? നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റിനിൽ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റിനാണ്. സിമ്പിൾ ആണ്. മാച്ച് ദ ഫോളോയിങ് ആണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. കോളം 1ലും കോളം 2ലും ഫംഗസിന്റെ 4 ക്ലാസും 4 എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനാ. ഫൈക്കോമൈസെറ്റ്സ്, ആസ്കോമൈസെറ്റ്സ്, ബെസിഡിയോമൈസെറ്റ്സ് ആൻഡ് ഡ്യൂട്രോമൈസെറ്റ്സ്. റൈറ്റ് സൈഡിൽ ട്രൈക്കോഡാമ, അഗാരിക്കസ്, പെൻസീലിയം, റൈസോപ്പസ്. നമുക്ക് അവരെ ഒന്ന് മാച്ച് ചെയ്താലോ? ABCD അല്ലേ? ഫൈക്കോമൈസെറ്റ്സിൽ ബ്രെഡ് മോൾഡ്, ബ്രെഡ് പൂക്കുന്നതിന് കാരണമായ റൈസോപ്പസ് വരും, A4. ആസ്കോമൈസെറ്റ്സിൽ പെൻസീലിയം വരണം. സോ അങ്ങനെയാണെങ്കിൽ ബിയുടെ കൂടെ 3. ബെസിഡിയോമൈസെറ്റ്സിൽ നമ്മൾ എഡിബിൾ ആയിട്ട് കഴിക്കുന്ന മഷ്റൂം, സോ അഗാരിക്കസ് വരണം. ഡ്യൂട്രോമൈസെറ്റ്സിൽ ട്രൈക്കോഡാമ വരണം. സോ ഓപ്ഷൻ 1ഉം വരണം. നിങ്ങൾക്ക് എക്സാമ്പിൾ അറിയാം. ഫൈക്കോമൈസെറ്റ്സിൽ റൈസോപ്പസ് ആൽബുഗോ മ്യൂക്കർ. ദെൻ ആസ്കോമൈസെറ്റ്സിൽ പെൻസീലിയം ആസ്പെർജില്ലസ്, ന്യൂറോസ്പോറ, ക്ലാവിസെപ്സ്, ഈസ്റ്റ്. ബെസിഡിയോമൈസെറ്റ്സിൽ അഗാരിക്കസ്, പഫ് ബോൾ, പക്സീനിയ, അസ്റ്റിലാഗോ. ദെൻ ഡ്യൂട്രോമൈസെറ്റ്സിൽ കോളിറ്റോട്രിക്കം, ഓൾട്ടർനേറിയ, ട്രൈക്കോഡാമ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ മാച്ച് കിട്ടണം. A4 വരണം. അപ്പൊ ഇതല്ല ഇതാകാം, ഇതുമല്ല ഇതുമല്ല. A4, B3, C2, D1. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓൾമോസ്റ്റ് ആൾക്കാരുടെയും ആൻസർ അവിടെ കറക്റ്റ് തന്നെയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. നമ്മൾ അടുത്ത കൺസെപ്റ്റിലേക്ക് കടക്കുക. പ്ലാൻ കിങ്ഡം അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ്റെ ഒരു ലാസ്റ്റ് പോർഷൻ പ്ലാൻ കിങ്ഡം കൂടെ കണക്റ്റഡ് തന്നെയാണ്. സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫഞ്ചി. സോ നിങ്ങൾ എല്ലാവരും തന്നെ ശരിയാക്കും. നല്ല ക്വസ്റ്റൻ ആണ്. ആൻസറും സിമ്പിളാ. മൈക്കോറൈസ, ലൈക്കൻ, വൈറോയിഡ്, പ്രിയോൺസ്.
വിറ്റേക്കറിന്റെ ക്ലാസിഫിക്കേഷന്റെ ഡ്രോബാക്ക് ആയിട്ടുള്ള കുറെ ഓർഗാനിസത്തെ ചോയ്സിൽ തന്ന് കൺസെപ്റ്റ് നമ്മളെ പിടിപ്പിച്ച ഒരു സിമ്പിൾ ക്വസ്റ്റിനാണ്. ശരി, മൈക്കോറൈസ എന്താ? ഫംഗസും ഹയർ പ്ലാന്റിന്റെ റൂട്ടും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷൻ. ലൈക്കനോ ആൽഗയും ഫംഗസും തമ്മിലുള്ള അസോസിയേഷൻ ഫൈക്കോബയോണ്ട് ആൻഡ് മൈക്കോബയോണ്ട് എന്നല്ലേ വിളിക്കണേ? ശരി, വൈറോയിഡ് നമുക്കറിയാം എന്തുവാ? വൈറസിനെക്കാട്ടിലും സ്മോളർ ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡ് മാത്രമുള്ള പ്രോട്ടീന്റെ കൂട്ടില്ലാത്ത ഓർഗാനിസം. അപ്പൊ ഇത് നല്ലൊരു ട്രൂ ലിവിങ് ഓർഗാനിസം അല്ല. ദെൻ പ്രയോൺസ് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള പ്രോട്ടീനേഷ്യസ് ഏജന്റാ. ആക്ക് ന്യൂക്ലിക് ആസിഡ് ഇല്ല, ഡിസീസ് കോസ് ചെയ്യുന്ന പ്രോട്ടീനേഷ്യസ് ഏജന്റാ. അങ്ങനെ വരുമ്പോഴേ ആൽഗയും ഫംഗസും തമ്മിലുള്ള ചോദ്യം സിമ്പിൾ, ഇറ്റ് ഈസ് ആൻസർ ലൈക്കൻ. വേറെ പല ചാപ്റ്ററിലും കാണുന്നുണ്ട്. സോ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻ കണ്ടു, എല്ലാ ക്വസ്റ്റ്യനും കൺസെപ്റ്റഡ് ഓറിയന്റഡ് ആണ് എന്ന സിമ്പിളും ആയിരുന്നു അല്ലേ? ശരി, ക്വസ്റ്റ്യൻ നമ്പർ 8, ഐഡന്റിഫൈ ദ മിസ്മാച്ച്ഡ് പെയർ. പ്ലാൻ കിങ്ഡത്തിന്റെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. സോ പ്ലാൻ കിങ്ഡത്തിലെ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ആൽഗയുടെ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ക്ലോറോഫൈസിയെ സ്റ്റാർച്ച്, റിസർവ്ഡ് ഫുഡ് മെറ്റീരിയലിനെ പറ്റിയ ചോദ്യം. ഗ്രീൻ ആൽഗയുടെ റിസർവ്ഡ് ഫുഡ് സ്റ്റാർച്ച് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മിസ്മാച്ചാ. ഫയോഫൈസിയെ കരാജീൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കരാജീൻ ഒരു എക്കണോമിക്കലി വാല്യൂബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് റെഡ് ആൽഗയിൽ നിന്ന് കിട്ടുമെന്നാ പഠിക്കുന്നത് അല്ലെ? അപ്പൊ ഇത് തെറ്റാ. ഇതെന്തായാലും റിസർവ്ഡ് ഫുഡ് മെറ്റീരിയലും അല്ല, എന്നാൽ നേരെ തിരിച്ച് ഇവർ ബ്രൗൺ ആൽഗയുമായിട്ട് ബന്ധപ്പെട്ടതുമല്ല. റെഡ് ആൽഗെ ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് ശരിയാ. ഗ്ലൈക്കജനും അമൈലോപെക്റ്റിനും ഒക്കെ സിമിലർ ആയിട്ട് സ്ട്രക്ചർ കാണിക്കുന്ന ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. ആനിമലിയിൽ ഗ്ലൈക്കോജനും ഫാറ്റായിട്ടും സ്റ്റോർ ചെയ്യുന്നുണ്ട് ശരിയാ. അപ്പൊ മിസ്മാച്ചിന്റെ പേര് ഏതാ? സെക്കൻഡ് ഓപ്ഷൻ. ഫയോഫൈസിയിൽ കരാജിൻ ഇല്ല. ക്ലിയർ അല്ലേ? അപ്പൊ ആൽഗയുടെ 3 ക്ലാസിന്റെ ക്ലോറോഫൈസിയെ, ഫയോഫൈസിയെ, റോഡോഫൈസിയെ എല്ലാവരും തന്നെ ആൻസർ കറക്റ്റ് ആക്കിയായിട്ട് കാണുന്നുണ്ട്. ദെൻ ആ 3 ക്ലാസിന്റെ റിസർവ്ഡ് ഫുഡ് മെറ്റീരിയലിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അവരുടെ ഡിഫറൻസിൽ അവരുടെ ക്ലോറോഫിൽ പിഗ്മെന്റ് ഡിഫറൻസ് ഉണ്ട്. ഗ്രീൻ ആൽഗയിൽ ക്ലോറോഫിൽ എ ബി, ഇത് എ സി, ഇത് എ ഡി. ദെൻ എക്സാമ്പിളുകൾ അറിയുക, റീപ്രൊഡക്ഷന്റെ മെക്കാനിസം ഒക്കെ അറിഞ്ഞാൽ പ്ലാൻ കിങ്ഡത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് ആയ ആൽഗ നിങ്ങൾ കംപ്ലീറ്റഡാ. ശരി, നമ്മളെ ക്വസ്റ്റ്യൻ നമ്പർ 9, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചർ ഇൻ ബ്രൗൺ ആൽഗെ ഹെൽപ്സ് ടു അറ്റാച്ച് ഓൺ എ സബ്സ്ട്രേറ്റ്? പ്രീവിയസ് ക്വസ്റ്റ്യനാ, ഇനിയും വരാവുന്ന ക്വസ്റ്റ്യനാ. ഫ്രോണ്ട്, സ്റ്റൈപ്പ്, ഹോൾഡ് ഫാസ്റ്റ്, ആൽജിൻ. എല്ലാ കാര്യങ്ങളും ബ്രൗൺ ആൽഗയുമായിട്ട് ബന്ധപ്പെട്ടതാ. ലാമിനേറിയ പോലുള്ള ബ്രൗൺ ആൽഗ എടുത്ത് അത് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരു പടമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒറിജിനലി നല്ലതുപോലെ അവർക്ക് ബോഡി ഇല്ല, റൂട്ട് സ്റ്റെം ലീഫ് പോലെ. പക്ഷെ അവരുടെ ബോഡിയിൽ ആകെയുള്ള സ്ട്രക്ചർ എന്താ? ലീഫ് ലൈക്ക് സ്ട്രക്ചർ പോലെ താലസ് കാണപ്പെടുന്നതിന് ഫ്രോണ്ട്, സ്റ്റെമ്മ് പോലെ ആക്സിസിന്റെ പേര് സ്റ്റൈപ്പ്, അറ്റാച്ചിങ് പോർഷന്റെ പേര് ഹോൾഡ് ഫാസ്റ്റ്. ഇങ്ങനെയൊക്കെയാ ചോദ്യം. നമ്മളോട് ചോദ്യം എന്താ? സബ്സ്ട്രാറ്റത്തിൽ അറ്റാച്ച് ചെയ്യാൻ ആര് സഹായിക്കും? ഫ്രോണ്ട് ലീഫ് ലൈക്ക് ഫോട്ടോസിന്തറ്റിക്ക, ഇത് സ്റ്റെമ്മ് പോലെയാ, ആക്സിസാ. സോ ഹോൾഡ് ഫാസ്റ്റ് ഈസ് ദ ആൻസർ. ആൽജിൻ ഇവരുടെ സെൽ വോളിന്റെ മെറ്റീരിയൽ ആണ് ആൽജിൻ. അങ്ങനെ വരുമ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആയിട്ട് എടുക്കും. ഈ ലൈവിലുള്ള മിക്കവാറും എല്ലാവരും തന്നെ ശരിയാക്കിയ ആൻസർ ആണ്. വളരെ സിമ്പിൾ ആണ്. സോ ഓപ്ഷൻ ഈസ് 3. ക്വസ്റ്റ്യൻ നമ്പർ 10, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ബ്രയോഫൈറ്റ് എന്ന് പറയുന്ന സെക്കൻഡ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ്. ജെമ്മെ ആർ സ്പെഷ്യലൈസ്ഡ് സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഇൻ ലിവർ വെർട്ടിലേക്ക് മാർക്കാൻഷ്യ. ബ്രയോഫൈറ്റിൽ ലിവർ വെർട്ടും മോസും ഇല്ലേ? അതിൽ ലിവർ വെർട്ടിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറിന്റെ പേരാണ്, സെക്ഷുവൽ ബോഡിയുടെ പേരാണ് ജെമ്മെ. കറക്റ്റ് അല്ലേ? സ്പോറോഫൈറ്റ് ഓഫ് മോസ് ആർ ഡിഫറൻഷിയേറ്റഡ് ഇൻടു ഫുട്ട് സീറ്റ ക്യാപ്സ്യൂൾ. ശരിയാ. ലിവർ വെർട്ടിനെക്കാട്ടിലും ഇലാബറേറ്റഡാ. ഇവരുടെ ഫിനറിയുടെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പേര് ഗ്യാമറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് ആണ്. ഇതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സ്പോറോഫൈറ്റിനെ പറ്റി പറയുന്നുണ്ട്, ഫുട്ട് സീറ്റ ക്യാപ്സ്യൂൾ. അപ്പൊ അതും ശരിയാ. നമുക്കറിയേണ്ട എന്താ? 2 കറക്റ്റ് ആയിട്ടുള്ള ലിവർ വെർട്ടിനെയും മോസിനെയും കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ആൻസർ സിമ്പിൾ ആയിട്ട് അറിയാം. സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റാ. അപ്പൊ ബാക്കി നോക്കണ്ടല്ലോ. സെക്കൻഡ് ഫോൾസ് അല്ല, 1 ഫോൾസ് അല്ല, 2ഉം ഫോൾസ് അല്ല. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1. 2 കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകളാ. സോ പ്ലാൻ കിങ്ഡത്തിന്റെ ആൽഗയും ബ്രയോഫൈറ്റും നമ്മൾ ഉറപ്പിച്ചു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഫ്രീ ലിവിംഗ് ഗാമറ്റോഫൈറ്റ് ഓഫ് മോസ് ആൻഡ് ടെറിഡോഫൈറ്റ് റെസ്പെക്റ്റീവ്ലി. ഒരു ചെറിയ വാക്കിൽ 2 ഇമ്പോർട്ടന്റ് കാര്യങ്ങളെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഫ്രീ ലിവിംഗ് ഗാമറ്റോഫൈറ്റ് ഓഫ് മോസ്. മോസിന്റെ ഗാമറ്റോഫൈറ്റിന് 2 സ്റ്റേജ്. സ്പോർ ജെർമിനേറ്റ് ചെയ്യുന്ന പ്രോട്ടോനീമ, സെക്കൻഡ് സ്റ്റേജിന്റെ പേര് ലീഫി സ്റ്റേജ്. ശരിയല്ലേ? ആൻഡ്
ഒരു ഹേർട്ട് ഷേപ്പ്ഡ് ബോഡി പോലെ ഉണ്ടാകുന്ന ടെറിഡോഫൈറ്റിന്റെ ഇതിന്റെ പേര് പ്രോതാലസ്. അപ്പൊ മോസിന്റെ പേരിന് പ്രോട്ടോണീമ എന്നും ഇവരുടെ ടെറിഡോഫൈറ്റിന് പ്രോതാലസ് എന്നും വിളിക്കണം. ഗ്യാമറ്റോഫൈറ്റ് ആയതുകൊണ്ട് രണ്ടും ഹാപ്ലോയിഡാ. സോ പ്രോട്ടോണീമ ആൻഡ് പ്രോതാലസ് കറക്റ്റ് വണ്ണാണ്. എല്ലാവരുടെയും ആൻസർ കറക്റ്റ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. പ്രോതാലസ് ആൻഡ് പ്രോട്ടോണീമ തിരിച്ച റെസ്പെക്റ്റീവ്ലി തെറ്റാണ്. പ്രോതാലസ് ശരിയെന്ന് വരും. സോറി, ഹോൾഡ് ഫാസ്റ്റ് എന്തായാലും ആൽഗയിലാണ്. ലീഫി സ്റ്റേജ് ശരിയാ, പക്ഷേ സ്പോറോഫിൽ അല്ല, പ്രോതാലസ് എന്നാ കിട്ടേണ്ടത്. സോ ബെസ്റ്റ് ആൻസർ ഓപ്ഷൻ 1. Question number 12. Which of the following organism bear archegonia as the female sex organ? Female sex organ archegonia ഉള്ളത് ഇതിൽ ആർക്കൊക്കെയാ? ബ്രയോഫൈറ്റ് കറക്റ്റ് ആണ്. ടെറിഡോഫൈറ്റ് ഫീമെയിൽ സെക്സ് ഓർഗന്റെ പേര് ആർക്കിഗോണിയോ എന്നാണ്. ജിംനോസ്പേം അഗൈൻ ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയോ ആണ്. ആൻസർ സോ സിമ്പിൾ, ഓൾ ദ അബവ്. പക്ഷെ എന്തിനാ ഈ ക്വസ്റ്റിന്റെ ഒരു കൺസെപ്റ്റ് അറിയാം? നിങ്ങളുടെ NCERTയുടെ ബാക്കിലെ എക്സസൈസിലെ ഒരു ക്വസ്റ്റിനാ. ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം 5 ഗ്രൂപ്പിലില്ലേ? അവരിൽ 2 പേർക്ക് മാത്രം സെക്സ് ഓർഗൻ ഇല്ല. ശരി, സെക്സ് ഓർഗൻ ഇല്ല എന്നല്ല, ആർക്കിഗോണിയ അല്ല, ഇവർക്ക് എല്ലാവർക്കും ആർക്കിഗോണിയ. Then question number 13. Identify the correct option. Placentation, arrangement of ovule within the ovary. മോർഫോളജിയുടെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആണ്. ശരി. ഈസ്റ്റിവേഷൻ, അറേഞ്ച്മെന്റ് ഓഫ് സെപ്പൽ ആൻഡ് ഫെറ്റൽ ഇൻ ഫ്ലോറൽ ബഡ്. സിമ്പിൾ അല്ലേ? ശരിയല്ലേ? വീനേഷൻ, ലീഫില് ലാമിനയില് വെയിനിന്റെ അറേഞ്ച്മെന്റ് കറക്റ്റ് ആണ്. സോ എല്ലാം തന്നെ കറക്റ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ എടുത്തു. ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നെഗറ്റീവ്ലി ജിയോട്രോഫിക് ബ്രീത്തിങ് റൂട്ട് പ്രസന്റ് ഇൻ റൈസോഫോറ ആർ പ്രോപ്പ് റൂട്ട്, സ്റ്റിൽറ്റ് റൂട്ട്, ടൊമാറ്റോഫോർ ആൻഡ് റൈസോം. റൈസോഫോറ പോലുള്ള ഓർഗാനിസത്തിന് മണ്ണിന് മുകളിലേക്ക് പൊങ്ങി വരുന്ന ബ്രീത്തിങ്ങിനെ സഹായിക്കുന്ന റൂട്ടിന്റെ പേര് എല്ലാവർക്കും അറിയാം, ന്യൂമാറ്റോഫോർ. ഇത് ഒരു മോഡിഫൈഡ് പോർഷൻ ആണ്. സ്റ്റെൽറ്റ് റൂട്ടും പ്രോപ്പർ റൂട്ടും ഒക്കെ സപ്പോർട്ടിംഗ് റൂട്ട് ആയിട്ട് അറിയാം. സോ ആൻസർ ഓപ്ഷൻ 3. ആൻഡ് നമ്മുടെ ക്വസ്റ്റ്യനിലെ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇൻകറക്ട്ലി മാച്ച്ഡ് പെയർ. മോർഫോളജിയുടെ ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരാവുന്ന പ്ലാസന്റേഷനും ഈസ്റ്റിവേഷനും അല്ലെങ്കിൽ ഫാമിലിയുടെ ക്യാരക്ടർ വൈസ് പോലെ ഒരു ക്വസ്റ്റ്യൻ, മാർജിനൽ പ്ലാസന്റേഷൻ പി കറക്റ്റ് ആണ്. ആക്സൈൽ പ്ലാസന്റേഷൻ ചൈന റോസും ടൊമാറ്റോയും ലെമണും ശരിയാണ്. പരേറ്റൽ പ്ലാസന്റേഷൻ സൺഫ്ലവറും മാരിഗോൾഡ് തെറ്റ. ഇവരുടെ പ്ലാസന്റേഷൻ ബേസലാണ്. NCERTയിലെ പ്ലാസന്റേഷന്റെ ലാസ്റ്റ് സെനൻസിൽ കിടപ്പുണ്ട്. ആൻഡ് ഫ്രീ സെന്ററിൽ ഡയാന്തസും പ്രൈമോസും ശരിയാ. ഇൻകറക്റ്റ് കണ്ടുപിടിക്കണം. സോ ഓപ്ഷൻ അപ്പോ 3 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണല്ലോ. 3-4 ചാപ്റ്റർ ലിവിംഗ് വേൾഡും ക്ലാസിഫിക്കേഷനും പ്ലാൻ കിങ്ഡവും മോർഫോളജിയും 10 ക്വസ്റ്റ്യൻ എടുത്ത് നീറ്റ് എക്സാമിന് പ്രതീക്ഷിക്കാം. എല്ലാ ചാപ്റ്ററിലെയും എല്ലാ കൺസെപ്റ്റ് ഓറിയന്റഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സമയം കളയാതെ നമ്മുടെ സുവോളജി സാറ് നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അജയ് സാറ് നിങ്ങൾക്ക് വേണ്ടി വരുന്നതാണ്. എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഫർദർ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. സോ സുവോളജി സാറിനെ വെൽക്കം ചെയ്യുന്നു. ഓക്കെ, So good evening. നമ്മൾ ഇന്ന് zoology പാർട്ടിൽ we are going to discuss 3 chapters. ഫസ്റ്റ് ഇയർ ടോപ്പിക്കിൽ അവസാന ഭാഗങ്ങളിലേക്ക് വരുന്ന 3 ചാപ്റ്റേഴ്സ് ആണ്. ദോസ് 3 ചാപ്റ്റേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ഇതിന്റെ പല ഭാഗങ്ങളും നമ്മൾ സെക്കൻഡ് ഇയർ ടോപ്പിക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ, ന്യൂറൽ സിസ്റ്റം, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ആൻഡ് ദ തേർഡ് ചാപ്റ്റർ ഈസ് കെമിക്കൽ കോർഡിനേഷൻ. അപ്പോൾ വിൽ ഡിസ്കസ് സം ക്വസ്റ്റ്യൻസ്. ചില ക്വസ്റ്റ്യൻസ് എളുപ്പമുള്ളതാണ്. സം ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആർ സ്ലൈറ്റ്ലി കൺഫ്യൂസിങ്, അല്ലെങ്കിൽ ദർ ആർ സർട്ടൻ factors which you may go wrong with those questions. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. During the contraction of skeletal muscle, which of the following does not occur? നിങ്ങൾക്കറിയാം, ഈ മസിൽ കോൺട്രാക്ഷൻ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അൾട്രാ സ്ട്രക്ചർ ഓഫ് സ്കെലിറ്റൽ മസിൽസ് എന്നത്. We learn about Z line, M line, A band, I band, H zone. ഇത് മസിൽ കോൺട്രാക്ഷന്റെ സമയത്ത് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്ത് യു കൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ. ദ ലെങ്ത് ഓഫ് ഐസോട്രോപിക് ബാൻഡ് ഷോർട്ടൻസ്. ഐ ബാൻഡ് ആണ്. ലെങ്ത് ഓഫ് ഐ ബാൻഡ് ഷോർട്ടൻസ്. ദിസ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, റൈറ്റ്? The length of anisotropic band remains unchanged enna paraya. Anisotropic band there is no change in length. So the length of anisotropic band shortens ennu parayunnathu is a wrong statement.
distance between two successive Z lines. Muscle contraction samayathe Z lines come close together. Random Z lines aduthu varumbo the distance between two Z lines, sarcomere ennaanu nammal paraya, decreases. Adum sheriyana. Length of H zone. H zone shortens, അല്ലെങ്കിൽ even H zone disappears. അപ്പോൾ നമുക്ക് പറയാം length of H zone shortens is a correct statement. ഇനി ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഡ്യൂറിംഗ് കോൺട്രാക്ഷൻ ഓഫ് സ്കെൽറ്റൽ മസിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഒക്കർ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദാറ്റ് വാട്ട് ഡസ് നോട്ട് ഒക്കർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓപ്ഷൻ 2. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ റൈറ്റ്, ഇറ്റ്സ് അബൌട്ട് സ്കെലിറ്റൽ സിസ്റ്റത്തിൽ നിന്ന് വരുന്നതാണ് റിബ്സ്. പലപ്പോഴും ക്വസ്റ്റ്യനിൽ കാണുന്ന ഒരു ഭാഗമാണ് ബൈസെഫാലിക് റിബ് എന്ന് പറയുന്നത്. Ribs are called bicephalic. Why are they called bicephalic ribs എന്ന് പറയുന്നത്? നമ്മുടെ ribs we say that our ribs are bicephalic. അതിന്റെ reasons 4 options ഉണ്ട് നോക്കുക. They are attached to both with sternum and to the vertebrae. അങ്ങനെയുള്ളതിനെ നമ്മൾ bicephalic rib എന്നല്ല പറയാ, vertebrosternal ribs എന്ന് പറയും. First to the 7th pair of ribsനെ നമ്മൾ പറയുന്നത് is vertebrosternal ribs എന്നാണ് പറയാ. They have two articulation facets on the dorsal side. റിബിന്റെ dorsal side എന്ന് പറഞ്ഞാൽ vertebral bone നോട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ്. Ventral side എന്ന് പറഞ്ഞാൽ sternത്തിനോട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ്. അപ്പൊ they have two articulation joints on the dorsal side. Dorsal sideല് റിബ്സിന് 2 ഹെഡ് ഉണ്ട്, tuberculum and capitulum എന്ന് പറയും. പക്ഷെ 2 projections or head regions are present on the region where the bone joins with the on the dorsal side to the vertebral bone. They have articulation facets on the ventral side. Ventral side la sternathilote attach ചെയ്യുന്ന സ്ഥലത്ത് they don't have any joining points. They are attached with the sternum with the help of 2 cartilages. അപ്പോൾ ഇതില് why are they called a bicephalic rib എന്ന് പറഞ്ഞാൽ they have 2 articulation facets on the dorsal side. It becomes option 2. Third question നമുക്ക് നോക്കുകയാണെങ്കിൽ this is again an easy question, right? Which of the following is an incorrect statement with respect to rib cage of human being? Rib cage, right? നെഞ്ചും കൂട് നമ്മൾ പറയുന്നത്. Which of the following statement is incorrect? 8th, 9th and 10th pair of ribs are called false ribs. They are called false rib, which is a true statement. They are also called vertebrochondrial ribs because they are attached to the vertebra, but they are attached not to the sternum but to the 7th rib with the help of cartilage. Vertebrosternal ribs, that is first to the 7th rib, do not articulate directly with the sternum but to the 7th rib with the help of cartilage. This is a wrong statement. Vertebrosternal ribs never attaches to the 7th rib but they attach to the sternum. Last 2 pairs, 11th and 12th ribs are not connected ventrally. Therefore, they are called floating ribs, which is a true statement, right? Floating ribs are also called renal ribs because they protect the kidney. They are also called they protect the kidney. Thoracic vertebrae, ribs and sternum together form the rib cage, which is a correct statement. And rib cage, as you all know, is formed of 37 bones. Thoracic vertebrae 12 plus 24 plus 1. You have 37 bones. So you're asked to identify the incorrect statement. Incorrect statement is vertebrosternal ribs do not attach to the 7th rib but they are attached to the sternum directly. So your answer is a second option, right? Fourth question, it's an easy question. Fourth one is an easy question. It's about the intervertebral disc. It acts as a shock absorber. What is it made up of? Intervertebral disc. What is it made up of? നമ്മുടെ ബോഡിയിലെ ഏറ്റവും strongest cartilage ഏതാണെന്ന് ചോദിച്ചാൽ it is intervertebral disc. And what is that intervertebral disc made up of? What is the tissue? Is a white fibrous cartilage, and this is the strongest cartilage in human body. Your answer becomes 1. Okay, then 5th question is about
നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് നമ്മൾ കയറുകയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്? ഇത് നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് എ ടെൻഡൻസി ടു ഗെറ്റ് എ റോങ് ആൻസർ. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ നോക്കാൻ പറഞ്ഞത്. ഇൻ ഹൈഡ്ര, ന്യൂറൽ ഓർഗനൈസേഷൻ ഇസ് കമ്പോസ്ഡ് ഓഫ് എ നെറ്റ്വർക്ക് ഓഫ് ന്യൂറോൺസ്. ഇതിനെ നമ്മൾ പറയുക നെർവ് നെറ്റ് എന്ന് പറയും. We call it as nerve net. ഈ nerve നെറ്റിന് ഒരു പ്രത്യേകതയുള്ളത്, ഇറ്റ്സ് എ മോസ്റ്റ് പ്രിമിറ്റീവ് നെർവസ് സിസ്റ്റം ഇൻ ആനിമൽ കിങ്ഡം. സോ ഫസ്റ്റ് വൺ is correct. In insects, brain is present along with only one axon and found in the embryonic stage. In insect, brain is found along with one axon, along with an axon, and they are found in the embryonic stage, right? Which is correct. In insects, brain and a single axon is present during the embryonic stage. It changes when it gets converted to an adult. Most of you would have answered option 2 because നമുക്ക് അറിയാത്തൊരു ഓപ്ഷനാണ്, അതുകൊണ്ട് ചിലപ്പോൾ തെറ്റായിരിക്കും എന്നുള്ള ഇതിൽ സെക്കൻഡ് വൺ ക്യാൻ ബി ആൻസർഡ്. യൂണിപോളാർ ന്യൂറോൺ ഹാസ് എ സെൽ ബോഡി വിത്ത് ഓൺലി വൺ ആക്സോൺ and that is present in the embryonic stage. Unipolar, always remember, they are found in the embryonic stage. Clear? Axons transmit impulses. This is wrong. They carry impulses away from the cell body. Cell body il ninna messages ne ദൂരേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആക്സോൺസിന്റെ ഫംഗ്ഷൻ. നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഇൻകറക്റ്റ് ആണ്. ഫോർത്ത് ഓപ്ഷൻ ഈസ് ഇൻകറക്റ്റ്. Question number 6. This is also a question from nervous system ആണ്. Unidirectional transmission of impulse occurs through a chemical synapse. അതിന്റെ റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. Unidirectional impulse transmission occurs in a chemical synapse. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ release of neurotransmitters by axon and not by dendrites ആണ്. This is one of the basic reason nerve transmission is from axon to dendrite. Release of neurotransmitter dendriteൽ നിന്ന് ആക്സോണിലേക്ക് അല്ല, ആക്സോണിൽ നിന്ന് ഡെൻഡ്രൈറ്റ്സിലേക്കാണ് പോകുന്നത്. ഇൻസുലേഷൻ ഓഫ് ആക്സോൺ ബൈ മൈലിൻ ഷീത്ത് ഉണ്ട്. സെക്രി is not there. That is not the basic reason why unidirectional transmission of impulse occurs. Secretion of myelin by Schwann cells, that is not the reason why a unidirectional answer is a 1. Sodium potassium pump of axonal membrane, സാധാരണ തെറ്റിപ്പോകുന്ന ഒരു ഓപ്ഷനാണ് സോഡിയം പൊട്ടാസ്യം പമ്പ്. സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ട്സ് ഡ്യൂറിങ്, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഇറ്റ് ആക്ട്സ് ഡ്യൂറിങ് റെസ്റ്റിംഗ് സ്റ്റേറ്റ്. സോഡിയം പൊട്ടാസ്യം പമ്പ് ആക്ട്സ് ഡ്യൂറിങ് റെസ്റ്റിംഗ് സ്റ്റേറ്റ് and the pump in the working 3 sodium outward and 2 potassium into the cell. They operate during resting stage. So the answer becomes a 4. ഇത് സാധാരണ തെറ്റിപ്പോകുന്നത് നമ്മൾ ഈ റീപോളറൈസേഷൻ എന്നുള്ള സമയം. റീപോളറൈസേഷൻ is mainly by the efflux of potassium ആണ്. റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സോഡിയം പൊട്ടാസ്യം പമ്പ്. Okay. Which part of the brain has the ability to transfer short-term memory to long-term memory is hippocampus. Hippocampus has a function of converting short-term memory to long-term memory എന്ന് പറയാം. Second option is a direct and a straight simple question. All of the following are functions of sympathetic nervous system except sympathetic nervous system emergency situationലാണ്. And parasympathetic nervous system non-emergency nervous conditions. Dilation of pupil, increase in cardiac contractions, increase in the secretion of sweat gland, they are emergency conditions. They are released during emergency conditions. Whereas peristalsis is a non-emergency condition. It is a parasympathetic action. So you're asked to identify which is not a sympathetic action. The answer is option 2. Clear? Right. 10th question is about brain. You're asked to match the function of brain with the part of the brain and their function. ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഭാഗങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. ടെമ്പറൽ ലോബ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചെവിയുടെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ഭാഗമാണ്. സോ ദാറ്റ് ഷുഡ് ബി അസോസിയേറ്റഡ് വിത്ത് ഹിയറിംഗ്. തേർഡ് ഓപ്ഷൻ ഡി വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുക. ആൻഡ് തേർഡ് ഓപ്ഷൻ ഡി വരുന്നത് നമുക്ക് ആ ഒരൊറ്റ ഓപ്ഷനിൽ നമുക്ക് കിട്ടി. ബട്ട് യു നീഡ് ടു നോ ഓരോ ലോബ്സ് എവിടെയാണ്, ടെമ്പറൽ, ഫ്രോണ്ടൽ, പെരൈറ്റൽ, ഈ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം.
Then first option, frontal lobe is associated with motor function. Parietal lobe, pain, pressure, all those somatosensory area. Occipital lobe, occipital, is associated with vision, and your answer becomes 2. Which of the following hormone is not produced by hypothalamus? Hypothalamus is produce cheyyatha hormone edana choichu kayinal, that hormone which is not produced by hypothalamus is, hypothalamus produce cheyyatha hormone, a somatotropic hormone which is also called a growth hormone ennu nammal parayum. Vasopressin ne nammal veru peru parayunna ADH. Somatostatin is called growth hormone release inhibiting hormone. Prolactin releasing hormone. All the releasing and release inhibiting hormones are produced from hypothalamus. So somatotropic hormone is another name for growth hormone. It is not produced by hypothalamus. Our last question. It's a question from chemical coordination. Tumors of parathyroid gland. Parathyroid gland tumor, what will it cause? Increase the secretion of parathormone. Parathyroid gland tumor variyanaങ്കിൽ parathyroid hormone secretion will be increased. Increase in parathyroid secretion aanengilo bone il ninnu more calcium is released into the blood and the bone becomes fibrous. So tumors in parathyroid gland causes osteitis fibrosa. It's a condition where bones become fibrous. Okay, so these questions most of you have answered, and തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കുക. So thank you. We'll meet for another session, another time. Thank you all. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.